വെൽക്കം ടു യശോദ എജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള തയ്യാറെടുപ്പിൽ ഡേ 7 പറഞ്ഞിരുന്ന കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോർഷനാണ് നോക്കുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട്, നമ്മൾ ചാപ്റ്റേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ആക്കുമോ, സിലബസ് കംപ്ലീറ്റ് ആക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആവും. പിന്നെ സിലബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് കൂടി അതിൽ നിന്ന് കിട്ടും. സോ അത് നമ്മൾ വേഗം തന്നെ തീർക്കും. അപ്പോൾ ഓരോ ഈ ഡേ 1, 2, 3, 4, 5 എന്ന് ഞാനിങ്ങനെ കൊടുക്കുന്നത് ഓരോ ദിവസം പഠിക്കുന്നത് എന്നുള്ളതല്ല. ഞാനൊരു കുറേ ചാപ്റ്റേഴ്സ് ഒരുമിച്ച് ഒരു 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 പാക്കേജായിട്ട് ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഡേ 7 ആണ്. സോ ഇന്ന് തന്നെ ഈ എല്ലാ വീഡിയോയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഞാനത് അടുത്തടുത്ത് വീഡിയോ ചെയ്യുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഈ അപ്ലോഡിങ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇൻഫർമേഷൻ എല്ലാം ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇക്വിലിബ്രിയമാണ്. നമുക്ക് നോക്കാം. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിത് പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാവരും ഇരുന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ നോക്കേണ്ടത് ഇതൊരു ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള പോർഷൻസൊക്കെ അങ്ങനെ തൊട്ട് തൊട്ട് പോവാം. അപ്പോൾ ഇതിൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ പറയുമ്പോൾ ഇപ്പോൾ എന്താണ് A+B സി എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണെന്ന് വെച്ചാൽ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ, അതായത് റിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും നടക്കും തിരിച്ച് ഇങ്ങോട്ടും നടക്കും അല്ലേ. A+B എന്നുള്ളത് സിയും ആവും. അതുപോലെ അതിന് ഈ സി എന്ന് പറയുന്ന പ്രോഡക്റ്റിന് ഡിസോസിയേഷൻ സംഭവിച്ചത് എയും ബിയും ആയിട്ട് മാറും അല്ലേ. സോ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനിലോട്ട് പോകും. അതായത് ഈ ഫോർവേഡ് റിയാക്ഷനും അതുപോലെ തിരിച്ചു നടക്കുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ കാര്യത്തിൽ. ഇതുപോലെ നമ്മൾ ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ജാറിൽ വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ, തിളപ്പിച്ച വെള്ളം വെച്ചിരിക്കുകയാണ്. സോ ഇതിൽ നിന്ന് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതിന് ഇവാപ്രേഷൻ സംഭവിക്കില്ലേ. സോ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ ഗേഷ്യസ് സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ വേപ്പർ സ്റ്റേജിലോട്ട് പോവുകയാണ്. സപ്പോസ് നമ്മൾ ഇതിനെ ഒന്ന് കവർ ചെയ്യാണ്, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, ഇവിടെ നിന്ന് ലിക്വിഡിന്റെ ഡ്രോപ്ലെറ്റ്സ് മേലോട്ട് വേപ്പേഴ്സ് ആയിട്ട് പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും, അത് തണുക്കുമ്പോൾ അത് കണ്ടൻസേഷൻ സംഭവിച്ച് താഴോട്ട് വരും. സോ മുകളിലോട്ട് വേപ്പറായിട്ട് പോകുന്നവരും അതുപോലെ താഴോട്ട് കണ്ടൻസ് ചെയ്ത് വാട്ടറായിട്ട് തന്നെ തിരിച്ചു വരുന്നവരും ആ ഒരു റേറ്റ് ഈക്വൽ ആവും. സോ നമുക്ക് പറയാം ഇങ്ങനെ ഫിസിക്കൽ ഇക്വിലിബ്രിയം ഇതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എല്ലാ സിസ്റ്റവും ഇക്വിലിബ്രിയത്തിലോട്ട് വരാനാണല്ലോ നോക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇനീഷ്യൽ കാര്യത്തിൽ പറയുന്നത്. എന്താണ്, കെമിക്കൽ ഇക്വിലിബ്രിയം ഒക്കെ പറയുന്നുണ്ട്, പിന്നെ ഫിസിക്കൽ ഇക്വിലിബ്രിയം ഒക്കെ പറയുന്നുണ്ട്, അതുപോലെ അയോണിക് ഇക്വിലിബ്രിയവും പറയുന്നുണ്ട്. സം ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് physical and chemical processes are dealt in this unit along with the equilibrium involving ions in aqueous solutions which is called as ionic equilibrium. അതായത് ചിലതിൽ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പറഞ്ഞു വരുന്ന മറ്റൊരു ഇക്വിലിബ്രിയം ആണ് അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് ഈ അക്വസ് സൊല്യൂഷൻസിൽ, ഓക്കെ, അക്വസ് എന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ സൊല്യൂഷനുകളിൽ എന്ത് പറ്റിയാണ്, അയോണുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ NaCl എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട് Na+ഉം അതുപോലെ Cl- ഇങ്ങനെ ഈ ചാർജ്ഡ് സ്പീഷീസിനല്ലേ നമ്മൾ അയോൺസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ അയോൺസ് കിടക്കുന്ന അക്വസ് സൊല്യൂഷനുകളിലും ഇതുപോലെ ഇക്വിലിബ്രിയം വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഇക്വിലിബ്രിയത്തിന് നമ്മൾ പറയുന്നതാണ് അയോണിക് ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫിസിക്കൽ ഇക്വിലിബ്രിയം ഒക്കെ പറയുന്നത്, അത് മെയിനായിട്ട് നമുക്ക് ഈ ഓരോ ഫേസ് ട്രാൻസ്ഫർമേഷൻ പ്രോസസ്സ് വെച്ചിട്ട് പറയാം. അതായത് സോളിഡ് ലിക്വിഡ് ആവുന്നത്, ലിക്വിഡ് ഗ്യാസ് ആവുന്നത്, സോളിഡ് ഗ്യാസ് ആവുന്നത്, ഇതെല്ലാം ഒരു ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന റിയാക്ഷൻ അല്ല അല്ലേ, രണ്ട് വശവും നടക്കും. ദാറ്റ് മീൻസ് ഫോർവേഡും നടക്കും ബാക്ക്വേർഡും നടക്കും. സോ ഇവരെല്ലാവരും ഈ ഫേസ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് എല്ലാം ഇതെല്ലാം ഓരോ ഫിസിക്കൽ പ്രോസസ്സുകളാണ്. ഇവയെല്ലാം നമുക്ക് എന്താ പറയാൻ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ദാറ്റ് ഈസ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ് നമുക്ക് പറയാം. സോ നമ്മൾ ഈ ഓരോ സ്റ്റേറ്റിലും ഇതിപ്പോൾ ഓരോന്നിലും അവരുടെ ഫേസസ് ഡിഫറെൻ്റ് ആണല്ലേ. ഇവിടെ സോളിഡ് ലിക്വിഡ് ആവുന്ന ഫേസ് ആണെങ്കിൽ അടുത്തതിൽ ലിക്വിഡ് ഗ്യാസ് ആവുന്നതാണ്, അടുത്ത സോളിഡ് ഗ്യാസ് ആവുന്ന ഫേസ് ആണ്. സോ ഇങ്ങനത്തെ ഓരോ ഫേസ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സുകളിലും ഇക്വിലിബ്രിയം നടക്കുന്നുണ്ട്. സോ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ
ഓരോന്നും ഇങ്ങനെ അവർ എക്സ്പെരിമെൻ്റ് ആയിട്ടൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കാം. ആദ്യം പറയുന്നത് ഇപ്പോൾ സോളിഡും ലിക്വിഡും തമ്മിലുള്ള ഇക്വിലിബ്രിയം. ഓക്കെ, സോളിഡും ലിക്വിഡും തമ്മിലുള്ള ഇക്വിലിബ്രിയം നോക്കാം. അതിൽ അവരൊരു പോയിന്റ് പറയുന്നത്, ഫോർ എനി പ്യുവർ സബ്സ്റ്റൻസ് അറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് ആൻഡ് ലിക്വിഡ് ഫേസസ് ആർ അറ്റ് ഇക്വിലിബ്രിയം ഈസ് കോൾഡ് ദ നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓർ നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സബ്സ്റ്റൻസ്. ഇവിടെ നോർമൽ മെൽറ്റിംഗ് പോയിന്റിനും അതുപോലെ നോർമൽ ഫ്രീസിംഗ് പോയിന്റിനും ഉള്ള ഒരു ഡെഫിനിഷൻ ഇവിടെ നിന്ന് വരികയാണ്. അതായത് ഏതൊരു പ്യുവർ സബ്സ്റ്റൻസും ഏതൊരു കണ്ടീഷനിലായിരിക്കും, അറ്റ്മോസ്ഫറിക് പ്രഷറിൽ, ഓക്കെ, അറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷറിലായിരിക്കുമ്പോൾ ഏതൊരു പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസിനും അവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന സംഭവം, ആ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും, വിച്ച് ദ സോളിഡ് ആൻഡ് ലിക്വിഡ് ഫേസസ് ആർ അറ്റ് ഇക്വിലിബ്രിയം. നമ്മൾ സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഫേസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോൾ അവയുടെ ഇക്വിലിബ്രിയം എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ? സോളിഡും ലിക്വിഡ് ഫേസസും ഇക്വിലിബ്രിയം എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറാണ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ നോർമൽ ഫ്രീസിംഗ് പോയിന്റ്. ആ സമയത്താണ് ഇവർ ഇക്വിലിബ്രിയത്തിലാകുക എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫറിക് പ്രഷർ കണ്ടീഷനിലും ആയിരിക്കും. ഇനി ദ സിസ്റ്റം ഹിയർ ഈസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം ആൻഡ് വി ക്യാൻ ഇൻഫർ ദ ഫോളോയിങ്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ബോത്ത് ദ ഓപ്പോസിംഗ് പ്രോസസ്സസ് ഒക്കർ സൈമൾട്ടേനിയസ്ലി, അല്ലേ? ആ ഒരു സോളിഡ് നമ്മളിപ്പോൾ ഐസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. സോ ഐസ് വെള്ളം ആവുന്നതും വെള്ളം തിരിച്ച് ഐസ് ആവുന്നതും അതാണ് ഈ ഒപ്പോസിംഗ് പ്രോസസ്സസ് രണ്ടും ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി നടക്കും. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ബോത്ത് ദി പ്രോസസ്സസ് ഒക്കർ അറ്റ് ദി സെയിം റേറ്റ് സോ ദാറ്റ് ദി എമൗണ്ട് ഓഫ് ഐസ് ആൻഡ് വാട്ടർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എന്താണ്, രണ്ട് റിയാക്ഷനും ഒരേപോലെ നടക്കുന്നതുകൊണ്ട് അവരുടെ റേറ്റ് ഒരേപോലെ ആയതുകൊണ്ട്, നിരക്ക് ഒരേപോലെ ആയതുകൊണ്ട്, നമ്മളിപ്പോൾ എടുത്തത് സോളിഡും ഗ്യാസും തമ്മിലുള്ളതല്ലേ, സോ ഇവരുടെ മാസ് അല്ലെങ്കിൽ ഇവരുടെ എമൗണ്ട് മാറുന്നില്ല, റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് നമ്മൾ വെള്ളത്തിന്റെ ഐസിന്റെ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് അവർ പറഞ്ഞു വരുന്നത്. നമുക്ക് ആ എക്സ്പെരിമെന്റ് ഒന്നും വേണ്ട. ഇതേ നമുക്ക് അധികം ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇതിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ അങ്ങോട്ട് പോകുന്നതോറുമാണ് മെയിൻ ആയിട്ടുള്ള ഏരിയാസ് വരുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനും ഇതുപോലെ ഇവരൊരു യൂട്യൂബ് ഒക്കെ വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത കാര്യമാണ്. ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകുന്ന കാര്യം നോക്കുക. അറ്റ് ഇക്വിലിബ്രിയം, ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ലിക്വിഡ് വേപ്പർ ആവുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇവിടെ ഇക്വിലിബ്രിയം സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ലിക്വിഡ് വേപ്പർ ആവുക, ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് തിരിച്ച് ഈ വേപ്പർ ലിക്വിഡ് ആവുന്ന അവസ്ഥ എന്താണ്? കണ്ടൻസേഷൻ. റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ഈക്വൽ ആവുന്നു. സോ ഇതാണ് അവരുടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? അറ്റ് ഇക്വിലിബ്രിയം ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വാട്ടർ മോളിക്യൂൾസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ദാറ്റ് മീൻസ് ഇവാപ്പറേഷനും കണ്ടൻസേഷന്റെ റേറ്റ് ഈക്വൽ ആവുന്ന ആ ടൈമിൽ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഈ വാട്ടർ മോളിക്യൂൾസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ഈസ് കോൾഡ് ദ ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എക്സേർട്ട് ചെയ്യുന്ന ആ പ്രഷറിനെയാണ് വാട്ടറിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ കൂടും. ഇഫ് ദി എബവ് എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് വിത്ത് മീഥൈൽ ആൽക്കഹോൾ. ഓക്കെ, സോ വേപ്പർ പ്രഷറൊക്കെ ഓരോ എന്താണ് ലിക്വിഡ്സിനും ഡിഫറെന്റ് ആയിരിക്കും. സോ ഇവർ ഓരോരോ ടേം ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ്. നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് ഒരു എന്താ പറയാനായിട്ട് ഒരു കൺക്ലൂഷൻ പോലെയുള്ളത് മെയിൻ ആണ്. അത് പറഞ്ഞുതരാം. അടുത്ത ഭാഗത്തോട്ട് വരുന്നുണ്ട്, അത് നമുക്ക് നോക്കി വയ്ക്കാം. അടുത്തൊരു പോയിന്റ് നോക്കിയേ, ഇവാപ്പറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ എന്തൊക്കെയാണ്? ഇവാപ്പറേഷൻ ലിക്വിഡ് വേപ്പർ ആയിട്ട് പോകുന്ന പ്രോസസ്സാണ് ഇവാപ്പറേഷൻ. സോ ഈ ഇവാപ്പറേഷൻ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ദ നേച്ചർ ഓഫ് ദി ലിക്വിഡിന്റെ നേച്ചർ, അതുപോലെ ദ എമൗണ്ട് ഓഫ് ദി ലിക്വിഡ്, എത്ര എമൗണ്ട് ലിക്വിഡ് ഉണ്ട് അതിനെ ആശ്രയിച്ചിരിക്കും. ആൻഡ് എന്താണ്? ദ ടെമ്പറേച്ചറിനെയും ആശ്രയിച്ചിരിക്കും. ഇനി ഇവിടെ പറയുന്നത് ഫോർ എനി പ്യുവർ ലിക്വിഡ് അറ്റ് 1 atmospheric pressure. 1 atmospheric പ്രഷറിൽ ഏതൊരു പ്യുവർ ലിക്വിഡും എങ്ങനെയായിരിക്കും? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ലിക്വിഡ് ആൻഡ് വേപ്പേഴ്സ് ആർ അറ്റ് ഇക്വിലിബ്രിയം ഈസ് കോൾഡ് നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി ലിക്വിഡ്. ആ സമയത്ത് ഇവിടുത്തെ എന്താണ്? ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ലിക്വിഡ് ആൻഡ് വേപ്പേഴ്സ് ആർ അറ്റ് ഇക്വിലിബ്രിയം. ഈ പറയുന്ന ലിക്വിഡും വേപ്പറും ഇക്വിലിബ്രിയം ആവുന്ന കണ്ടീഷനിൽ ഇവിടെ അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ എന്താണ്? അതാണ് നമ്മുടെ നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി ലിക്വിഡ് എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി ലിക്വിഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ അറ്റ്മോസ്ഫറിക് പ്രഷർ. ബോയിലിംഗ് പോയിന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അറ്റ്മോസ്ഫറിക് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി പ്ലേസ്.
പ്ലേസിന്റെ ഉയരത്തിനെ ആശ്രയിച്ചിരിക്കും. അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ദ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴത്തേക്കും ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ആവും. ഇനി അടുത്ത് പറയുന്നത് സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയവും ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ഇനി വേറൊന്ന് പറയുന്നത് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. ഓക്കെ, ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് ഡിസോസിയേഷൻ ഓഫ് സോളിഡ്സ് ഓർ ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. ഇപ്പൊ നമ്മൾ ഈ ഇത് പറയുന്നില്ലേ, നമ്മൾ സോഡ വെള്ളമൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? സോഡ വാട്ടറിനകത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് എന്ത് ചെയ്യാണ്, അങ്ങോട്ട് ഡിസോൾവ് ചെയ്ത് വിട്ടുകൊണ്ടാണ് നമ്മൾ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അത് എന്തിന് എക്സാം ആണ്? ഗ്യാസസ് ഇൻ ലിക്വിഡ്സിന് എക്സാമ്പിൾ ആണ് അല്ലേ. അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ആ ഒരു ഇക്വിലിബ്രിയത്തിലാണ് ആ ഒരു സോഡ വാട്ടർ അങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നത്. വൺസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? പെട്ടെന്ന് തന്നെ അടുത്തൊരു ഇക്വിലിബ്രിയത്തിലോട്ട് പോവാണ്. പ്രഷർ അവിടെ കുറയുന്നത് കാരണം കുറേയൊക്കെ ഫിസസ് ഔട്ട്. അങ്ങനെ സോഡ വെള്ളം എന്ത് ചെയ്യാണ്, ആ ഒരു പദം മാറിയിട്ട് പിന്നെ അവിടെ ഒന്ന് ഫ്ലാറ്റ് ആവുകയാണ്. ഇതൊക്കെ വരുന്ന എന്തുകൊണ്ടാണ്? ഇവരുടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫിനോമിനൊക്കെ നടക്കുന്നത്. സോ അതാണ് ഇവർ ഈ പറയുന്നത്. ഒന്ന് ഗ്യാസസ് ഇൻ ലിക്വിഡ്സിലോട്ടുള്ള ലിക്വിഡ്സിൽ ഗ്യാസസ് വരുമ്പോൾ അവരുടെ ഇക്വിലിബ്രിയവും പറയുന്നുണ്ട്. അതുപോലെ ലിക്വിഡിനകത്ത് സോളിഡ് ഇടുമ്പോൾ അതിന്റെ ഇക്വിലിബ്രിയവും പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു 1 2 3 4 ഈ 4 പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തേത് ഫോർ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് സോളിഡ് ആവുന്നു. അങ്ങനത്തെ ഇക്വിലിബ്രിയത്തിൽ ദർ ഈസ് ഓൺലി വൺ ടെമ്പറേച്ചർ. അവിടെ ഒരു ടെമ്പറേച്ചർ ആണ്. എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് അറ്റ് 1 atmospheric pressure at which the two phases can coexist. അവിടെ ഇവരുടെ ഇക്വിലിബ്രിയം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റും ഇങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്, സമയത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ മെൽറ്റിംഗ് പോയിന്റിലാണ്. If there is no exchange of heat with the surroundings, the mass of the two phases remains constant. അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, അവരുടെ ഹീറ്റ് സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ, അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ രണ്ട് ഫേസസിലും ഉള്ള ആൾക്കാരുടെ മാസ് എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. രണ്ടാമത്തേത് ഫോർ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ലിക്വിഡ് വേപ്പർ ആവുന്നു, വേപ്പർ തിരിച്ച് ലിക്വിഡ് ആവുന്നു. അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ അങ്ങനത്തെ ഇക്വിലിബ്രിയത്തിൽ എന്ത് പറ്റും? ദ വേപ്പർ പ്രഷർ ഈസ് കോൺസ്റ്റന്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഓക്കെ, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ അവിടെ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? വേപ്പർ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്ത ഫോർ ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. നമ്മൾ ലിക്വിഡിൽ എന്തെങ്കിലുമൊക്കെ സോളിഡ്, ഇപ്പോൾ ഷുഗറിനെ നമ്മൾ വെള്ളത്തിലോട്ട് കലക്കുകയാണ്, അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സോളിഡിനെ ലിക്വിഡിലോട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഡിസൊല്യൂഷൻ ചെയ്യുമ്പോൾ ദ സോളിബിലിറ്റി ഈസ് കോൺസ്റ്റന്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ സോളിബിലിറ്റി ആയിരിക്കും അവിടെ കോൺസ്റ്റന്റ് ആവുന്നത്. അടുത്തത് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സിലെ ഗ്യാസസ് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി എന്താണ്? ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് ഓവർ ദ ലിക്വിഡ്. ഓക്കെ, കോൺസെൻട്രേഷനും പ്രഷറുമാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. ആരുടെ? ആ ലിക്വിഡിലോട്ട് നമ്മൾ കടത്തിവിടുന്ന ഗ്യാസിന്റെ. ഓക്കെ, ഇത് നമ്മളിപ്പം എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു ഏരിയ ആണ്. പക്ഷെ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇതിൽ നിന്ന് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ഈ 4 പോയിന്റ്സ് നിർബന്ധമായിട്ടും നോക്കി വെക്കുക. ഓക്കെ, ഇതേ കാര്യം തന്നെയാണ് ഇവർ ടേബിളിൽ കുറച്ചും കൂടി ക്രിസ്പായിട്ട് കാണിച്ചിരിക്കുന്നത്. എല്ലാവരും NCERT പുസ്തകം നന്നായിട്ട് വായിക്കട്ടെ. നമുക്ക് ഇതിനകത്ത് നിന്ന് മാത്രമേ വരുള്ളൂ. ഇതിൽ എന്ത് എക്സാമ്പിൾ ആണോ കൊടുത്തിട്ടുള്ളത് ആ എക്സാമ്പിൾ തന്നെയാണ് നമുക്ക് +2 ലെവൽ വരെയുള്ള എക്സാമുകൾക്ക് വരാറുള്ളത്. ഇനി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയ ഇൻവോൾവിംഗ് ഫിസിക്കൽ പ്രോസസ്സസ്. ഓക്കെ, ഇങ്ങനെയുള്ള ഫിസിക്കൽ പ്രോസസ്സുകളിൽ ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞല്ലോ. സോ അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇക്വിലിബ്രിയം ഈസ് പോസിബിൾ ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ എങ്ങനെയായിരിക്കും ഇക്വിലിബ്രിയം നടക്കണമെങ്കിൽ സിസ്റ്റം ഈസ് ക്ലോസ്ഡ്. രണ്ടാമത്തേത്, ബോത്ത് ദി ഓപ്പോസിംഗ് പ്രോസസ്സസ് ഓക്കർ അറ്റ് ദി സെയിം റേറ്റ് ആൻഡ് ദർ ഈസ് എ ഡൈനാമിക് ബട്ട് സ്റ്റേബിൾ കണ്ടീഷൻ. ഓക്കെ, അവിടെ രണ്ട് പ്രോസസ്സ്, ഫോർവേഡും അതുപോലെ ബാക്ക്വേർഡ് നടക്കുന്ന പ്രോസസ്സ് സെയിം റേറ്റിലായിരിക്കും. അതായത് അവിടെ പ്രോസസ്സ് ഡൈനാമിക് ആണെന്ന് പറയാം, പക്ഷെ അവിടെ എന്താണ്? ഒരു സ്റ്റേബിൾ കണ്ടീഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാരണം അവിടെ അൺസ്റ്റേബിൾ ആവുന്നില്ല, സ്റ്റേബിൾ കണ്ടീഷൻ റീറ്റെയിൻ ചെയ്യുകയാണ്. മൂന്നാമത്തേത്, ഓൾ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം റിമെയിൻ കോൺസ്റ്റന്റ്. ഈ സിസ്റ്റത്തിന്റെ മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോപ്പർട്ടീസും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. 4, വെൻ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഫോർ എ ഫിസിക്കൽ പ്രോസസ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കോൺസ്റ്റന്റ്
കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് വൺ ഓഫ് ഇറ്റ്സ് പാരാമീറ്റേഴ്സ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. നമ്മൾ ആ ടേബിൾ, ഈ ഒരു ടേബിൾ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് ആണെന്നുള്ളത്. വേപ്പർ പ്രഷറിന്റെ കാര്യം പറഞ്ഞു, മെൽറ്റിംഗ് പോയിന്റ് ഫിക്സഡ് ആണെന്ന് പറഞ്ഞു, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. സോ അത് ആ ഓരോന്ന് എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അഞ്ചാമത്തേക്ക്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സച്ച് ക്വാണ്ടിറ്റീസ് അറ്റ് എനി സ്റ്റേജ് ഇൻഡിക്കേറ്റ്സ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ ഫിസിക്കൽ പ്രോസസ് ഹാസ് പ്രൊസീഡ് ബിഫോർ റീച്ചിങ് ഇക്വിലിബ്രിയം. ഓക്കെ, അവരുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ് പറയുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം ഇക്വിലിബ്രിയം ഇൻ കെമിക്കൽ പ്രോസസ്സസ്, ഡൈനാമിക് ഇക്വിലിബ്രിയം. നമുക്ക് ഇവിടെ മുതലാണ് ശരിക്കും ഈ ചാപ്റ്ററിന്റെ ഹൃദയഭാഗം തുടങ്ങുന്നത്. നമ്മുടെ കെമിക്കൽ പ്രോസസ്സുകളിൽ ഇക്വിലിബ്രിയം നടക്കുക എന്ന് പറയുമ്പോൾ എന്തോന്നാണ്, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതാണ് നമ്മുടെ കെമിക്കൽ പ്രോസസ്സുകളിൽ നടക്കുന്ന ഇക്വിലിബ്രിയം. ഇനി ഇവിടെ ഈ സിന്തസിസ് ഓഫ് അമോണിയ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സ് നോക്കി വയ്ക്കുക. ഹേബേഴ്സ് പ്രോസസ്സാണ്. അതൊക്കെ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും പറയാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന എക്സാമ്പിൾ കണ്ടോ. N2 നൈട്രജനും 3H2 ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് 2NH3 എന്ന് പറഞ്ഞ അമോണിയ ഉണ്ടാവുന്ന പ്രോസസ്സ്. ഇത് വെച്ചിട്ട് തന്നെയാണ് ഈ ചാപ്റ്ററിൽ പല എക്സാമ്പിളും പല പ്രിൻസിപ്പിളും പറഞ്ഞു പോയിരിക്കുന്നത് ഈ ഒരു റിയാക്ഷൻ വെച്ചിട്ട്. സോ അതുകൊണ്ട് തന്നെ അമോണിയയുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് നോക്കി വയ്ക്കുക, ഹേബർ പ്രോസസ്സാണ്. അടുത്ത ഇതിൽ വരുന്നത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് കാറ്റോ മാക്സിമിലിയൻ Goldberg and Peter Wage proposed in 1864 that the concentrations in an equilibrium mixture are related by the following equilibrium equation. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എയും ബിയും രണ്ട് റിയാക്റ്റൻസ് റിയാക്ട് ചെയ്തിട്ട് സിയും ഡിയും ആയിട്ട് മാറുകയാണ്. ഓക്കെ, നമ്മൾ ഈ ഹാഫ് ആയിട്ടുള്ള ആരോ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റിയാക്ഷൻ അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ടെന്ന് കാണിക്കാനാണ്. അല്ല നമ്മൾ ഇറിവേഴ്സിബിൾ എന്ന് മാത്രം, അതായത് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ നടക്കുള്ളൂ ഫുൾ ആരോ ആണ് കൊടുക്കുന്നത്, ഇത് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ബിയും ചേർന്നിട്ട് സിയും ഡിയും ആവുന്ന ഒരു റിയാക്ഷൻ. ഇവിടെ നിന്ന് നമുക്ക് ഇത് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷനാണ്, നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷനിലിരിക്കുന്ന റിയാക്ഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് കെ സി ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എഴുതാം കെ സി ഈസ് ഈക്വൽ ടു, നമ്മൾ ഈ റിയാക്റ്റന്റ് നമ്മുടെ ഈ പ്രോഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരില്ലേ അവരുടെ കോൺസെൻട്രേഷൻ, നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ, അതിനെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് കാണിക്കുന്നത്, സ്ക്വയർ ബ്രാക്കറ്റ്. മോളാർ കോൺസെൻട്രേഷനിൽ എഴുതിയിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുക്കും, മനസ്സിലായോ? അതായത് നമ്മൾ ഈ പ്രോഡക്റ്റിൽ വരുന്ന സിയും ഡിയും അല്ലേ, സോ അവന്മാരുടെ മോളാർ കോൺസെൻട്രേഷൻ എടുക്കുന്നു, അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഡിവൈഡഡ് ബൈ ഇതേ പ്രക്രിയ തന്നെ റിയാക്റ്റൻസിലും കൊടുക്കും. അതായത് റിയാക്റ്റൻസിൽ ആരൊക്കെ ഉണ്ടോ അവന്മാരെ നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ എടുത്തതിന് ശേഷം ഗുണിക്കും. ഓക്കെ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇപ്പൊ കിട്ടിയ ഈ കെ സി, ഇതാണ് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ കെ സിനെ പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ്, മനസ്സിലായോ? അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് നമ്മൾ പ്രോഡക്ട്സ് ഡിവൈഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഈ ഒരു റേഷ്യോ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി എന്ന് പറയുന്നത്. കെ സി ഈസ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദ എക്സ്പ്രഷൻ ഓൺ ദി റൈറ്റ് സൈഡ് ഈസ് കോൾഡ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ. ഈ എഴുതുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ ആണ്. ദി ഇക്വിലിബ്രിയം ഇക്വേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് മാസ് ആക്ഷൻ. ഈ ഇക്വിലിബ്രിയം ഇക്വേഷനെ പറയുന്ന മറ്റൊരു പേര് ലോ ഓഫ് മാസ് ആക്ഷൻ എന്നാണ്. ബിക്കോസ് ഇൻ ദ ഏർലി ഡേയ്സ് ഓഫ് കെമിസ്ട്രി കോൺസെൻട്രേഷൻ വാസ് കോൾഡ് ആക്റ്റീവ് മാസ്. ഈ നമ്മൾ എഴുതുന്ന ഈ കോൺസെൻട്രേഷൻ ഇല്ലേ, ഇതിന് പണ്ട് കെമിസ്ട്രിയിലെ ആക്റ്റീവ് മാസ് എന്നാണ് അതുകൊണ്ട് ഇതിന് ലോ ഓഫ് മാസ് ആക്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ എങ്ങനെയെന്നുള്ളത് മനസ്സിലായല്ലോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എൻക്ലോസിംഗ് ദീസ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് and as mentioned above it is implied that these are equilibrium concentrations. While writing expression for equilibrium constant, symbol for phases S, L, G are generally ignored. അപ്പോൾ നമ്മൾ ഈ ഇക്വിലിബ്രിയം നമ്മൾ ഇതില്ലേ
കോൺസ്റ്റന്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ഒക്കെ എഴുതുന്ന സമയത്ത്, അതായത് ഈ ഒരു എക്സ്പ്രഷൻ എഴുതുമ്പോൾ അവിടെ നമ്മൾ അവർ ലിക്വിഡ് ആണോ, ഗ്യാസ് ഫേസ് ആണോ, സോളിഡ് ആണോ, അക്വസ് ഫേസ് ആണോ, ഇതൊന്നും നമ്മൾ നോട്ട് ചെയ്യത്തില്ല. ജസ്റ്റ് പ്രോഡക്റ്റ് എന്താണോ അതിന്റെ മോളാർ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്റ്റന്റ് ഏതാണോ അതിന്റെ മോളാർ കോൺസെൻട്രേഷൻ, ആ ഒരു റേഷ്യോ മാത്രമേ നമ്മൾ KC എന്നിട്ടിട്ട് എഴുതത്തുള്ളൂ. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നിട്ടിട്ട് എഴുതത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ C എന്ന് പറയുന്നത്, KCയിലെ C എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷനെയാണ് ഉദ്ദേശിക്കുന്നത്, മോൾ പെർ ലിറ്റർ. ഇനി ഇതിന്റെ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നോക്കാം. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് ദി റിയാക്ഷൻ products raised to the respective stoichiometric coefficient in the balanced chemical equation divided by the product of concentrations of the reactants raised to their individual stoichiometric coefficients has a constant value. This is known as the equilibrium law or law of chemical equilibrium. നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, പക്ഷെ ലോ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പക്ഷെ ഇതിലൊരു ഇപ്പൊ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടുത്തെ പറയാത്തല്ല എക്സ്ട്രാ വന്ന കാര്യം സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞില്ലേ. അതായത് കണ്ടോ, ഇതിപ്പോ എത്ര മോൾസ് ഓഫ് എ ആണ് ഇവിടെ ഉള്ളത്, A മോൾസ് ഓഫ് എയും അതുപോലെ സ്മോൾ ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്താണ് ബിയും ഉണ്ട്. മനസ്സിലായി? അതായത് ഇവരുടെ കോയിഫിഷ്യൻസ്. റിയാക്റ്റൻസ് നമ്മൾ വെറുതെ AB എന്ന് എഴുതും, ചിലപ്പോൾ ഇവിടെ 2Aയും 3Bയും ഒക്കെ ആയിരിക്കും വരുന്നത്. സോ ഇതിനെയാണ് നമ്മൾ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇതിനെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും നമ്മൾ മോളാർ കോൺസെൻട്രേഷനിൽ എഴുതുമ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 2 എന്ന് എഴുതും. കണ്ടോ, ഈ കോയിഫിഷ്യന്റിനെ നമ്മൾ നേരെ ഇവരുടെ പവേഴ്സ് ആയിട്ട് മാറ്റി എഴുതും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് B എഴുതിയതിനു ശേഷം ഇവിടെ 3 ആയിരുന്നില്ലേ, 3നെ നമ്മൾ നേരെ പവർ ആയിട്ട് എഴുതും. സോ ഇങ്ങനെയൊക്കെ എഴുതി വരുന്ന, നേരത്തെ എഴുതിയ സെയിം സാധനം തന്നെയാണ്, പക്ഷെ അവിടെ കോയിഫിഷ്യന്റ് കൂടി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഓക്കെ ഇങ്ങനെ ആക്കി കഴിയും, ഇങ്ങനെ എഴുതണം എന്നാണ് എന്തിൽ പറയുന്നത്, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലോയിൽ പറയുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദി റിവേഴ്സ് റിയാക്ഷൻ ഈസ് ദി ഇൻവേഴ്സ് ഓഫ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദി റിയാക്ഷൻ ഇൻ ദി ഫോർവേഡ് റിയാക്ഷൻ. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു റിയാക്ഷൻ എഴുതുമ്പോഴത്തേക്ക് അതിന്റെ ഒരു റിയാക്ഷൻ ഒരു റിയാക്ഷൻ ഇത് തന്നെ എടുക്കാം, A+B ഗീവ്സ് C എന്നുള്ളൊരു ഒരു റിവേഴ്സ് റിയാക്ഷൻ ആണ്. ഫോർവേഡ് ഉണ്ട്, ബാക്ക്വേർഡ് ഉണ്ട്. സോ നമ്മൾ ഫോർവേഡ് റിയാക്ഷനിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എന്ന് എഴുതി. ഇനി നമുക്ക് റിവേഴ്സ് റിയാക്ഷൻ റിവേഴ്സ് റിയാക്ഷന്റെ ഇത് എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തോന്നായിരിക്കും, 1/, ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. മനസ്സിലായോ? ഫോർവേഡ് റിയാക്ഷൻ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റിവേഴ്സ് റിയാക്ഷനിലെ ഇതേ പ്രോസസ്സിലെ റിവേഴ്സ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം കണ്ടുപിടിച്ചതിന്റെ ഇൻവേർഷൻ എടുത്താൽ മതി. ഇനി ഇതെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ആവശ്യം വരും. അടുത്തത് ഈ ഹോമോജിനസ് ഇക്വിലിബ്രിയ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, അതുപോലെ ഹെട്രോജിനസ് ഇക്വിലിബ്രിയ എന്നുണ്ട്. ഹോമോജിനസ് ഇക്വിലിബ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ ഹോമോജിനസ് സിസ്റ്റം ഓൾ ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഇൻ ദി സെയിം ഫേസ്. എല്ലാ റിയാക്ടൻസും പ്രോഡക്ട്സും ഒരു റിയാക്ഷനിലെ എല്ലാവരും ഒരേ ഫേസിലായിരിക്കും. കണ്ടോ, ഇവിടെ ഇപ്പോൾ N2, H2, 2NH3 ഇവന്മാരെല്ലാം ഗ്യാസ് ആണ് അല്ലെ, ഗ്യാസ് എല്ലാവരും ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ഹോമോജിനസ് ഇക്വിലിബ്രിയ എന്ന് പറയുന്നത്. ഇവന്മാരുടെ ഈ ഒരു സിസ്റ്റം ഹോമോജിനസ് സിസ്റ്റം, ഇവർ തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ഹോമോജിനസ് ഇക്വിലിബ്രിയ. ഇനി ചിലതിൽ സോളിഡും പിന്നെ ഒരു ലിക്വിഡും ഒക്കെ തമ്മിലുള്ള റിയാക്ഷനിൽ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ലിക്വിഡ് ആവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസസ് വരികയാണ്. സോ അങ്ങനത്തെ സിസ്റ്റത്തിനെ നമ്മൾ ഹെട്രോജനസ് സിസ്റ്റം എന്ന് പറയും. ആ ഇക്വിലിബ്രിയത്തിനെ നമ്മൾ പറയുന്നത് ഹെട്രോജനസ് ഇക്വിലിബ്രിയ എന്ന് പറയും. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതുന്ന അറിയത്തില്ലേ, PV = nRT. അത് വെച്ചിട്ട് നമുക്ക് ഗേഷ്യസ് സിസ്റ്റം ഗ്യാസ് മാത്രം വരുന്ന സിസ്റ്റത്തിൽ ഈ പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് അവർക്കൊരു റിലേഷൻ ഉണ്ട്. അതായത് കുറച്ചൊന്ന് കൺവേർട്ട് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്കിവിടെ PV = nRTയിൽ നിന്ന് P = CRT എന്ന് പറഞ്ഞ് കിട്ടും. P = CRT. C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, നമ്മൾ മോൾ പെർ ലിറ്റർ കോൺസെൻട്രേഷൻ. ബാക്കിയൊക്കെ കറക്റ്റ് അറിയാമല്ലോ, R ഉം T ഉം ഒക്കെ ടെമ്പറേച്ചർ എല്ലാം അറിയാം. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ
ഓൾറെഡി നമുക്ക് കെ സി എന്ന് പറയുന്നത് അറിയാം, എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. കെ സി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റിയിൽ എഴുതുന്നതാണ് കെ സി. ഇനി നമ്മൾ ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ് ഇൻ ടേംസ് ഓഫ് പ്രഷറിൽ എഴുതി കഴിഞ്ഞാൽ, കാരണം ഇവരെല്ലാവരും ഗ്യാസ് അല്ലേ, ഇത് ഗേഷ്യസ് സിസ്റ്റത്തിലാണ് നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇവിടെ പ്രഷർ, ഗ്യാസുകളുടെ പ്രഷർ എന്നുള്ളൊരു ടേമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനെ കെ പി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, കെ സിയും കെ പിയും രണ്ടും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ്. കെ സി എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് എന്താണ് മോളാർ കോൺസെൻട്രേഷനും നമ്മളെ മൊളാരിറ്റിയും, പിന്നെ കെ പി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് എന്താണ് പ്രഷറുമാണ്. ഓക്കെ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്, നമ്മൾ എഴുതുന്ന എല്ലാം സെയിം ആണ്. പി എന്നുള്ള ഒരു എന്താണ് ലെറ്ററും കൂടി നമ്മൾ കൊടുക്കും, അത്രേ ഉള്ളൂ. ഇനി ഇതിലെ റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്, കെ പി ഈസ് ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളെ കെ പിയും അതുപോലെ കെ സിയും തമ്മിലുള്ള റിലേഷൻ, കെ പി ഈസ് ഈക്വൽ ടു കെ സി ആർ ടി ദ ഹോൾ റേസ് ടു ഡെൽറ്റ എൻ, ആർ ടി ദ ഹോൾ റേസ് ടു ഡെൽറ്റ എൻ. ഇവിടുത്തെ ഈ ഡെൽറ്റ എന്നിന്റെ വാല്യൂ നോക്കി വെച്ചോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ് ഇൻ ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ ഓർത്ത് വയ്ക്കേണ്ടത് എന്തോന്നാണ്, ഈ ഡെൽറ്റ എൻ എന്നുള്ളതിന്റെ വാല്യൂ നമ്പർ ഓഫ് മോൾസ് ഇല്ലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് മൈനസ് എന്താണ് റിയാക്ടന്റിന്റെ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, എൻ പി മൈനസ് എൻ ആർ ആണ്, തിരിച്ചെഴുതരുത്, ചിഹ്നം മാറും. ഓക്കെ, സോ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. സോ നമുക്ക് എം സി ക്യു വൈസിൽ ഇത്രയും നോക്കിയാൽ മതി. കെ പി സി ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് കണ്ടുവരാറുള്ളത്. പിന്നെ അതിൽ നിന്ന് ഇതും കൂടി ഒരു നല്ലൊരു ചോദ്യമാണ്, ഡെൽറ്റ എൻ ചോദിക്കാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. അടുത്ത ഓക്കെ, ഇക്വിലിബ്രിയം, ഹെറ്ററോജനസ് ഇക്വിലിബ്രിയം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇക്വിലിബ്രിയം ഇൻ എ സിസ്റ്റം ഹാവിംഗ് മോർ ദാൻ വൺ ഫേസ് ഈസ് കോൾഡ് ഹെറ്ററോജനസ് ഇക്വിലിബ്രിയം. കണ്ടോ, ഇതിപ്പോൾ H2O ലിക്വിഡ് ഗ്യാസ് ആവുന്നത്, വേപ്പർ ആവുന്ന ഒരു റിയാക്ഷൻ, അതിൽ ലിക്വിഡ് പിന്നെ തിരിച്ച് ഗ്യാസ് ആവാണ്. അപ്പോൾ ലിക്വിഡ് ഫേസും വരുന്നുണ്ട്, ഗേഷ്യസ് ഫേസും വരുന്നുണ്ട്. അതുപോലെ നോക്കിയേ, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഓക്സൈഡും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്ന റിയാക്ഷനിൽ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് സോളിഡ് ആണ്, കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് സോളിഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഗേഷ്യസ് ആണ്. സോ ഇവിടെ സോളിഡ് സ്റ്റേറ്റും ഗേഷ്യസ് സ്റ്റേറ്റും വരുന്നുണ്ട് അല്ലേ, ഒരേ സെയിം റിയാക്ഷനിൽ തന്നെ. സോ ഇതാണ്, എന്നാൽ അവർ ഇക്വിലിബ്രിയത്തിലുമാണ്. സോ നമുക്ക് പറയാം ഇതൊരു ഹെറ്ററോജിനസ് ഇക്വിലിബ്രിയം അവസ്ഥയിലാണ് എന്ന് പറയാം. ഇനി ഇതിൽ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യം, ഇറ്റ് മസ്റ്റ് ബി റിമെമ്പേർഡ് ദാറ്റ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഹെറ്ററോജനസ് ഇക്വിലിബ്രിയം, ഓക്കെ, എക്സിസ്റ്റൻസ് ഓഫ് ഹെറ്ററോജനസ് ഇക്വിലിബ്രിയത്തിൽ ഒരു കാര്യമുണ്ട്, എന്താണ്, പ്യുർ സോളിഡ്സ് ഓർ ലിക്വിഡ്സ് മസ്റ്റ് ഓൾസോ ബി പ്രസന്റ്. ഇവിടെ പ്യുർ ആയിട്ടുള്ള സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ ഒക്കെ പ്രസന്റ് ആവണം. ഓക്കെ, ഹവർ സ്മോൾ ദ എമൗണ്ട് മേ ബി, ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഒരു ഹെറ്ററോജനസ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അവിടെ സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ ഒക്കെ പ്രസന്റ് ആയിരിക്കണം അറ്റ് ഇക്വിലിബ്രിയം. ബട്ട് ദെയർ കോൺസെൻട്രേഷൻസ് ഓർ പാർഷ്യൽ പ്രഷേഴ്സ് ഡു നോട്ട് അപ്പിയർ ഇൻ ദി എക്സ്പ്രഷൻ ഓഫ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. പക്ഷെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹെറ്ററോജനസ് ഇക്വിലിബ്രിയത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഇവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി നമ്മൾ എഴുതുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊന്നും എന്ത് ചെയ്യത്തില്ല, അവരുടെ കോൺസെൻട്രേഷനോ പാർഷ്യൽ പ്രഷറോ ഒന്നും തന്നെ അപ്പിയർ ചെയ്യുന്നില്ല. സി ഇവിടെ നോക്കിയാൽ Ag2O, ഓക്കെ, ഇത് സോളിഡും അതുപോലെ HNO3 അക്വസും ആണ്. ഇവരുടെ റിയാക്ഷനിൽ എന്തൊക്കെ കിട്ടും, AgNO3 അക്വസ് അവസ്ഥയിലും അതുപോലെ H2O ലിക്വിഡ് അവസ്ഥയിലും ഉള്ളവരാണ്. ഓക്കെ, ഇതിൻ്റെ കെ സി എഴുതുമ്പോഴത്തേക്കും, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോഴത്തേക്കും ഈ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ ലിക്വിഡിനെ മാറ്റിയിട്ട് AgNO3 ഡിവൈഡഡ് ബൈ എന്താണ് ഇവിടുത്തെ HNO3, ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ പല റിയാക്ഷനും നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് ചെയ്ത ഇവിടെ കാൽഷ്യം നമ്മൾ ഇതെടുക്കുക, കാൽഷ്യം കാർബണേറ്റിൻ്റെ എക്സാമ്പിൾ എടുക്കുമ്പോഴത്തേക്കും എഴുതുമ്പോൾ എങ്ങനെയാണ്, കാൽഷ്യം ഓക്സൈഡ് ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡ് ബൈ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഫൈനലി നമ്മളത് എഴുതി വരുമ്പോഴത്തേക്കും എന്തെന്നെടുക്കും, കാൽഷ്യം ഇവരെ ഒമിറ്റ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രമേ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇത് ഹെറ്ററോജനസ് ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ആണ്. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളുടെ കുറച്ച് ഫീച്ചേഴ്സ്, സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നോക്കാം. ഒന്ന്,
Expression for equilibrium constant is applicable only when concentrations of the reactants and products have attained constant value at equilibrium state. എപ്പോഴേ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൊടുക്കാൻ പറ്റുള്ളൂ, സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണം. അതായത് നമ്മളെ പ്രോഡക്റ്റും റിയാക്റ്റന്റിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയാൽ മാത്രമേ നമുക്ക് ഇവരുടെ KC കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 2, ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. റിയാക്റ്റന്റിന്റെയും പ്രോഡക്റ്റിന്റെ ഒക്കെ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അവർക്ക് എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷനാണ് ഇവർ നോക്കുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്ന സമയത്തുള്ള കോൺസെൻട്രേഷനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഒന്നും ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. മൂന്നാമത്തേത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹാവിങ് വൺ യുണീക്ക് വാല്യൂ ഫോർ എ പർട്ടിക്കുലർ റിയാക്ഷൻ റെപ്രസെൻറ്റഡ് ബൈ എ ബാലൻസ്ഡ് ഇക്വേഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. നാലാമത്തെ പോയിന്റ്, ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദി റിവേഴ്സ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദി ഇൻവേഴ്സ് ഓഫ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദി ഫോർവേഡ് റിയാക്ഷൻ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ KC എന്ന് എഴുതിയിട്ട് 1/KC എന്നിട്ടില്ലേ, അത് തന്നെ. അടുത്ത അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ഫോർ എ റിയാക്ഷൻ ഈസ് റിലേറ്റഡ് ടു ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദി കറസ്പോണ്ടിങ് റിയാക്ഷൻ whose equation is obtained by multiplying or dividing the equation for the original reaction by a small integer. നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആ ഒരു റിയാക്ഷൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്തില്ലേ, മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഇതിൻ്റെ ഇൻഡിജേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തോ ഡിവൈഡ് ചെയ്തൊക്കെ നമ്മൾ കോഎഫിഷ്യൻസ് ചേഞ്ച് ആവുന്ന ഇക്വേഷൻസ് ഉണ്ട്. സോ അതൊക്കെ വരുമ്പോഴത്തേക്കും അതിനെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്നാണ് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് 3 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഒന്ന്, പ്രഡിക്റ്റ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് എ റിയാക്ഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. KCയുടെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച്, വില അനുസരിച്ചിട്ട് ഒരു റിയാക്ഷൻ്റെ എക്സ്റ്റെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. 2, പ്രഡിക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ്റെ ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്നുള്ളത്. 3, കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും ഈ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ചിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പ്രഡിക്റ്റിംഗ് ദ ഇക്വിലിബ്രിയം പ്രഡിക്റ്റ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതിൽ വരുന്നതാണ് ഒരു വാല്യൂ വെച്ചിട്ട് പറയുന്നുണ്ട്. ഇഫ് KC ഈസ് ഗ്രേറ്റർ ദാൻ 10⁻³ പ്രോഡക്ട്സ് പ്രിഡോമിനേറ്റ് ഓവർ റിയാക്റ്റൻസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, നമ്മുടെ റിയാക്ഷൻ്റെ എക്സ്റ്റെൻറ്റ്, റിയാക്ഷൻ എത്രത്തോളമാണ് നടക്കുന്നത് എന്ന് പറയാൻ പറ്റുമെന്നല്ലേ പറഞ്ഞത് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. അതായത് ഒരു വാല്യൂ 10⁻³ കൂടുതലാണ് നമ്മുടെ KCയുടെ വാല്യൂ എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാവും, റിയാക്റ്റൻ്റ് കുറവും പ്രോഡക്ട്സ് കൂടുതലും ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫ് KC ഈസ് വെരി ലാർജ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് നിയർലി ടു കംപ്ലീഷൻ. അതായത് മാക്സിമം റിയാക്റ്റൻസും ഉപയോഗിച്ച് തീർത്തിട്ടുണ്ടാവും, അതിനെ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, കംപ്ലീഷൻ ആയിട്ടുണ്ടാവും KC വളരെ കൂടുതലാണെങ്കിൽ. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, KC 10⁻³ കുറവാണ് എങ്കിൽ റിയാക്റ്റൻസ് പ്രിഡോമിനേറ്റ് ഓവർ പ്രോഡക്ട്സ്. അവിടെ പ്രോഡക്റ്റിനേക്കാളും കൂടുതലായിട്ട് ആരായിരിക്കും നിൽക്കുന്നത്, റിയാക്റ്റൻ്റ് ആയിരിക്കും നിൽക്കുന്നത് അല്ലേ. ഇഫ് KC ഈസ് വെരി സ്മോൾ ദ റിയാക്ഷൻ പ്രൊസീഡ്സ് റെയർലി. അതായത് നമുക്ക് KC വളരെ കുറവാണ്, വളരെ ചെറുതാണെങ്കിൽ നമുക്ക് പറയാം അവിടെ റിയാക്ഷൻ ഒന്നും തന്നെ വളരെ വളരെ റെയറായിട്ട് മാത്രമേ റിയാക്ഷൻ അവിടെ നടക്കുന്നുള്ളൂ എന്ന് പറയാം. ഇതാണ് എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ. ഇതിന് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഇഫ് KC ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 10⁻³ to 10⁻³ ഇപ്പോൾ ആദ്യം പറഞ്ഞ 10⁻³ രണ്ടാമത് പറഞ്ഞ 10⁻³ ഇടയിൽ ആ ഒരു റേഞ്ചിലാണ് KC വാല്യൂ വരുന്നതെങ്കിൽ അപ്രീഷ്യബിൾ കോൺസെൻട്രേഷൻസ് ഓഫ് ബോത്ത് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് പ്രസന്റ്. അവിടെ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഒരു സാമാന്യ കോൺസെൻട്രേഷനിൽ അവിടെ ഉണ്ടാവും. ഒന്ന് തീരെ തീർന്നിട്ടില്ല, ഒന്ന് ഒത്തിരി വലുതുമല്ല, ഏകദേശം ഒരു ഇക്വിലിബ്രിയത്തിലോട്ട് അല്ലെ, കുറച്ച് രണ്ടും അപ്രീഷ്യബിൾ എമൗണ്ടിൽ കോൺസെൻട്രേഷനിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, പ്രഡിക്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ്റെ ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാനാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഡയറക്ഷൻ പറയണമെങ്കിൽ ഇവിടെ വേറൊരു ടേം കൂടെ വരുന്നുണ്ട്, റിയാക്ഷൻ കോഷ്യന്റ് Q. ദ റിയാക്ഷൻ കോഷ്യന്റ് Q എന്താണെന്ന് വെച്ചാൽ QC വിത്ത് മോളാർ കോൺസെൻട്രേഷൻ ആൻഡ് QP വിത്ത് പാർഷ്യൽ പ്രഷേഴ്സ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ സെയിം വേ ആസ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC
except that the concentrations in QC are not necessarily equilibrium values. ഇവിടെ QC എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ KC പറഞ്ഞില്ലേ, KCക്ക് നമ്മൾ രണ്ട് ടേം പറഞ്ഞല്ലോ. ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ KC എന്നും ഇൻ ടേംസ് ഓഫ് പ്രഷർ ആണെങ്കിൽ നമ്മൾ KP എന്നും പറഞ്ഞു. അതുപോലെ ഇവിടെ Q എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ കോഷ്യന്റ്, അതിനെയും ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷനിൽ QC എന്ന് പറയാം, ഇൻ ടേംസ് ഓഫ് പ്രഷറിലാണെങ്കിൽ QP എന്ന് പറയാം. പക്ഷെ ഇവിടെ ഡിഫറൻസ് വരുന്നത് ഈ ക്യൂവും കെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കെ എന്ന് പറയുന്നത് ഓൺലി ആപ്ലിക്കബിൾ ഫോർ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അല്ലേ. പക്ഷെ ഈ ക്യൂ എന്നുള്ള റിയാക്ഷൻ കോഷ്യന്റ് എന്നുള്ള ടേം നമുക്ക് ജസ്റ്റ് ആ റിയാക്ഷനിൽ അപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്. അതായത് അവിടെ ഇക്വിലിബ്രിയം വാല്യൂസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ റിയാക്ഷൻ കോഷ്യന്റ് ക്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ക്യൂ അത് മോളാർ കോൺസെൻട്രേഷനിൽ എഴുതുകയാണെങ്കിൽ QC. അപ്പോൾ നോക്കി ബാക്കിയെല്ലാം സെയിം KC പോലെ തന്നെ. ഇപ്പോൾ A പ്ലസ് B ഗീവ്സ് എന്താണ് റിവേഴ്സിബിളി ഗീവ്സ് CC പ്ലസ് DD എന്നുള്ളതാണെങ്കിൽ നമ്മളിതിൻ്റെ സാധാരണ നമ്മൾ KC എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ പ്രോഡക്റ്റുകളുടെ മോളാർ കോൺസെൻട്രേഷൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റുകളുടെ മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ് എടുക്കും. അപ്പോൾ എന്നിട്ട് അവരുടെ ഫ്രണ്ടിൽ കിടക്കുന്ന കോഎഫിഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? പവേഴ്സ് ആയിട്ട് എഴുതും. സോ ഈ C കണ്ടോ, C എന്നുള്ളത് പ്രൊഡക്റ്റ് ആണ്, സിയും ഡിയും പ്രൊഡക്റ്റ് ആണ്. അവരെ നമ്മൾ മോളാർ കോൺസെൻട്രേഷനിൽ എഴുതി, എന്നിട്ട് അതിൻ്റെ തൊട്ട് മുന്നിലുള്ള കോഎഫിഷ്യൻറ്റുകളെ നേരെ പവേഴ്സ് ആക്കി എഴുതി ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ റിയാക്റ്റൻസിൻ്റെ ഭാഗത്തുള്ളവരെയും നമ്മൾ അതുപോലെ എഴുതുവാണ്. അപ്പോൾ നമുക്ക് QC കിട്ടി. ഇങ്ങനെയാണെങ്കിൽ then if QC is greater than KC, the reaction will proceed in the direction of reactants, that is reverse reaction. മനസ്സിലായോ? നമുക്കിപ്പോൾ ചിലപ്പോൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ KC വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ടാവും. പിന്നെ QC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ മോളാർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന വാല്യൂ KCനേക്കാളും QC കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? റിവേഴ്സ് റിയാക്ഷൻ നടക്കും എന്നാണ് അർത്ഥം. അതായത് എങ്ങനെയാണ്? ഏത് ഡയറക്ഷനിലോട്ട് നടക്കും? നമ്മുടെ റിയാക്റ്റന്റ് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ആവും. ഇടത്തോട്ട് ലെഫ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് റിയാക്റ്റന്റ് ആവും. അതായത് അങ്ങോട്ട് ഫോർവേഡ് റിയാക്ഷൻ, ഇങ്ങോട്ട് റിവേഴ്സ് ബാക്ക്വേർഡ് റിയാക്ഷനും, അല്ലെങ്കിൽ ഓക്കെ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് റിയാക്റ്റൻസ്, ഇങ്ങോട്ടാണ്. ഈ റിയാക്റ്റന്റിന്റെ സൈഡിലോട്ട് റിയാക്ഷൻ നടക്കും എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷനിൽ റിവേഴ്സ് റിയാക്ഷൻ നടക്കും. ഇനി QC ഈസ് ലെസ് ദാൻ KC, ഇവിടെ KCയുടെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ അതിനർത്ഥം എന്താണ്? ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് പ്രോഡക്റ്റിന്റെ സൈഡിലോട്ട് ഡയറക്ഷൻ നടക്കും. ദാറ്റ് മീൻസ് ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഓക്കെ, ഇനി ഇഫ് QC ഈസ് ഈക്വൽ ടു KC, ദ റിയാക്ഷൻ മിക്സ്ചർ ഈസ് ഓൾറെഡി അറ്റ് ഇക്വിലിബ്രിയം. QCയും KCയും ഈക്വൽ ആയിട്ടാണ് ആ വാല്യൂ കിട്ടുന്നതെങ്കിൽ എന്താണ്? റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ QC KC ഇപ്പോൾ പറഞ്ഞ ലെഫ്റ്റ് റൈറ്റ് വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അടുത്തത് കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. പക്ഷെ നമുക്കിതൊരു പ്രോബ്ലം ആയിട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സോ അത് സിലബസിൽ എന്തെങ്കിലും എടുത്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K, റിയാക്ഷൻ കോഷ്യന്റ് Q ആൻഡ് ഗിബ്സ് എനർജി G. തെർമോഡൈനാമിക്സിൽ പഠിച്ച് ഗിബ്സ് എനർജിയും കൂടെ ഇങ്ങോട്ട് വരെയാണ്. ഇവരുടെ തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഡെൽറ്റ G ഈസ് നെഗറ്റീവ്. ഡെൽറ്റ G നെഗറ്റീവ് ആയിരിക്കുമ്പോൾ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആണെന്ന് നമുക്ക് അന്ന് പഠിച്ചല്ലേ. ഇവിടെ സ്പോണ്ടേനിയസ് മാത്രമല്ല, ഒരു പോയിന്റ് കൂടെ പറയണം, ആൻഡ് പ്രൊസീഡ്സ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോൾ ഡെൽറ്റ G നെഗറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ, ഡെൽറ്റ G പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. Instead, as reverse reaction would have a negative delta G, the product of the forward reaction shall be converted to the എന്താണ്? റിയാക്റ്റൻസ്. ഇവിടെ തിരിച്ചായിരിക്കും നടക്കുന്നത്. മറ്റേത് ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കും, ഇവിടെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും പ്രോസസ്സ് നടക്കുന്നത്. ഡെൽറ്റ G 0 ആണെങ്കിൽ എന്താണ് അർത്ഥം? അവിടെ ഇക്വിലിബ്രിയത്തിലായി. ദർ ഈസ് നോ ലോങ്ങർ എനി ഫ്രീ എനർജി ലെഫ്റ്റ് ടു ഡ്രൈവ് ദ റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു എക്സ്പ്രഷൻ ആണ് കേട്ടോ. അതായത് ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT ln Q എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താണ് ക്യൂവും അതുപോലെ ഡെൽറ്റ ജിയും ഒക്കെ തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഇവിടെ ഡെൽറ്റ G0 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻ നോക്കി നോക്കിയാൽ ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT നാച്ചുറൽ ലോഗ് Q. ഇനി അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് അതിനേക്കാൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇത്. K ഈസ് ഈക്വൽ ടു E റൈസ് ടു മൈനസ് ഡെൽറ്റ G0 ഡിവൈഡഡ് ബൈ RT. K ഈസ് ഈക്വൽ ടു E റൈസ് ടു മൈനസ് ഡെൽറ്റ G0 ഡിവൈഡഡ് ബൈ RT.
ഇവിടെ എന്താണ് ഈ ഒരു ഇക്വേഷന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് ഇഫ് ഡെൽറ്റ ജി സീറോ ഈസ് ലെസ് ദാൻ സീറോ, ഈ ഡെൽറ്റ ജി സീറോ സീറോയിനെക്കാളും ചെറുതാണെങ്കിൽ ദെൻ ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി ഈസ് പോസിറ്റീവ് ആൻഡ് ഇ റൈസ് ടു മൈനസ് delta G0 divided by RT greater than 1, making K is greater than 1, which implies a spontaneous reaction. ഇത് പറയുന്നത് spontaneous reaction എന്നാണ്, or the reaction which proceeds in the forward direction to such an extent that the products are present predominantly. Okay, ഇത്രയും ടേംസ് ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഡെൽറ്റ ജി സീറോ പൂജ്യത്തിനേക്കാളും ചെറുതാവുന്ന സമയത്ത് ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഈ മൊത്തത്തിലുള്ള ഈ ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് കെ എന്ന് പറയുന്നത് ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പറയാം ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്, രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയ. ഇത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് നടക്കുന്നത്. ഓക്കെ, ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് ഇക്വിലിബ്രിയ റിയാക്ഷൻസിലുള്ള എന്ത് പറയുന്നത് ഫാക്ടേഴ്സ് എങ്ങനെയാണ് അതിന്റെ എഫക്റ്റ് എന്നുള്ളത് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് a change in any of the factors that determine the equilibrium conditions of a system will cause the system to change in such a manner so as to reduce or to counteract the effect of the change. Okay, അതായത് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, പ്രഷർ, ടെമ്പറേച്ചർ, പിന്നെന്താണ് ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യുന്ന അറിയാമോ, ആ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ചേഞ്ചിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലോ അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇഫക്റ്റ് ആയിരിക്കും സിസ്റ്റം കൊടുക്കുന്നത്. മനസ്സിലായോ? അതാണ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇപ്പൊ നോക്കിയാൽ ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച്, നമ്മൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുകയാണ്. അതായത് ദ കോൺസെൻട്രേഷൻ സ്ട്രെസ് ഓഫ് ആൻ ആഡഡ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഈസ് റിലീവ്ഡ് ബൈ നെറ്റ് റിയാക്ഷൻ ഇൻ ദി ഡയറക്ഷൻ ദാറ്റ് കൺസ്യൂംസ് ദ ആഡഡ് സബ്സ്റ്റൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറണം. അപ്പം റിയാക്ടന്റിന്റെ സൈഡിലോട്ട് നമ്മൾ കൂടുതൽ റിയാക്ടന്റിനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ സിസ്റ്റം ഉടനെ തന്നെ കൂടുതൽ കിട്ടിയ റിയാക്ടന്റിനെ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കും, അല്ലേ, അതിനെ കൺസ്യൂം ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കും. അതുപോലെ പ്രൊഡക്റ്റിന്റെ സൈഡിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലേ, തിരിച്ച് റിയാക്ടന്റിന്റെ സൈഡിലോട്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. സോ ഇതാണ് എന്താണ് കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ, ആ ഒരു എന്താണ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. When the concentration of any of the reactants or products in a reaction at equilibrium is changed, the composition of the equilibrium mixture changes so as to minimize the effect of concentration changes. Okay, അതുപോലെ രണ്ടാമത്തേത് വരുന്നത് ഇഫക്റ്റ് ഓഫ് പ്രഷർ ചേഞ്ച് ആണ്. പ്രഷറിൽ ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും, a pressure change obtained by changing the volume can affect the yield of products in case of gaseous reaction. Okay, gaseous reactionലാണ് പ്രഷർ ചേഞ്ച് കാര്യമായിട്ട് വരുന്നത്, where the total number of moles of gaseous reactants and total number of moles of gaseous products are different. Okay, gaseous reaction ആയിരിക്കണം. അതുപോലെ ഇടതുവശത്തെ വലതുവശത്തെ നമ്പർ ഓഫ് മോൾസ് എടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കണം, അത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇവിടെ ഇപ്പോൾ ഒരു കാർബൺ മോണോക്സൈഡ്, ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. സോ ഇവിടെ ടോട്ടൽ 4 മോൾസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു മീഥൈനും ഇവിടെ ഒരു വാട്ടറുമാണ്. ദാറ്റ് മീൻസ് പ്രോഡക്റ്റിന്റെ സൈഡിൽ 2 മോൾസ് ആണുള്ളത്. സോ ഇവിടെ 4 മോൾസും ഇപ്പുറത്തെ 2 മോൾസും. സോ അവിടെ നമ്പർ ഓഫ് മോൾസ് ഡിഫറെൻ്റ് ആണല്ലേ. മാത്രമല്ല ഇവരെല്ലാം ഗേഷ്യസ് സ്റ്റേജും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ പ്രഷറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു റിയാക്ഷനെ അത് ബാധിക്കും. അതായത് അതിനെ നളിഫൈ ചെയ്യുന്ന ഒരു ഇഫക്റ്റ് ഈ ഒരു റിയാക്ഷനിലെ ഈ ഒരു സിസ്റ്റം തിരിച്ചു കൊടുക്കും. അപ്പോൾ നോക്കാം, ഇൻ അപ്ലൈയിങ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ടു എ ഹെറ്ററോജിനസ് ഇക്വിലിബ്രിയം ദ എഫക്ട് ഓഫ് പ്രഷർ ചേഞ്ചസ് ഓൺ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ക്യാൻ ബി ഇഗ്നോർഡ്. മനസ്സിലായല്ലോ, സോളിഡ് ലിക്വിഡ് ഒക്കെ വരുന്ന ഹെറ്ററോജിനസ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവരുടെ ഒന്നും നമ്മൾ എടുക്കത്തില്ല. ബിക്കോസ് ദ വോളിയം ഓഫ് എ സൊല്യൂഷൻ ഓർ ലിക്വിഡ് ഈസ് നിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. കാരണം പ്രഷർ ചേഞ്ച് ആയി എന്നും പറഞ്ഞിട്ട് അവിടെ വോള്യത്തിൽ വ്യത്യാസമൊന്നും കാര്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗേഷ്യസ് സിസ്റ്റത്തിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. സിൻസ്
പ്രഷർ ഹാസ് ഡബിൾഡ്. ഇപ്പൊ പ്രഷർ ഡബിൾ ചെയ്തെന്ന് വയ്ക്കുക. ഇത് ഈ സിസ്റ്റത്തിൽ, ഈ പറഞ്ഞ സിസ്റ്റത്തിൽ ഇവിടെ ഇപ്പൊ ലെഫ്റ്റ് റിയാക്ടന്റിന്റെ സൈഡിൽ 4 മോൾസും പ്രോഡക്റ്റിന്റെ സൈഡിൽ 2 മോൾസും ആണെന്ന് പറഞ്ഞപ്പോൾ റിയാക്ടന്റിന്റെ 4 കൂടുതലാണ്, പ്രോഡക്റ്റിന്റെ അവിടെ കുറവാണ്. ഈ റിയാക്ഷനിൽ നമ്മളിപ്പോൾ പ്രഷർ ഡബിൾ ചെയ്തെന്ന് വയ്ക്കുക. ഇപ്പൊ ഇരിക്കുന്ന പ്രഷർ നമ്മൾ കൂട്ടി കൊടുക്കുകയാണ്. പ്രഷർ ഡബിൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ദ ഇക്വിലിബ്രിയം നൗ ഷിഫ്റ്റ്സ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ. പ്രഷർ കൂട്ടി കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഏത് ഭാഗത്താണ് നമ്പർ ഓഫ് മോൾസ് കുറവ് ആ ഭാഗത്തോട്ട് റിയാക്ഷൻ ക്യാരി ചെയ്യും. അപ്പോൾ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇവിടെ നമ്മൾ പ്രഷർ കുറയ്ക്കുവാണെങ്കിൽ എവിടെയാണോ തിരിച്ചു നടക്കും. പ്രഷർ കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. മനസ്സിലായോ? നമ്പർ ഓഫ് മോൾസ് കൂടിയ ഭാഗത്തോട്ടുള്ള അതിലോട്ട് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് പ്രഷറിന്റെ കാര്യത്തിൽ വരുന്നത്. അടുത്തത് ഇഫക്റ്റ് ഓഫ് ഇനേർട്ട് ഗ്യാസ് അഡീഷൻ. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇഫ് ദ വോളിയം ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ആൻഡ് ആൻ ഇനേർട്ട് ഗ്യാസ് സച്ച് ആസ് ആർഗൺ ഈസ് ആഡഡ് വിച്ച് ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദി റിയാക്ഷൻ ദ ഇക്വിലിബ്രിയം റിമെയിൻസ് അൺഡിസ്റ്റർബ്ഡ്. നമ്മളിപ്പോൾ ഇനേർട്ട് ഗ്യാസ് ഒക്കെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് എന്താണ് ആ റിയാക്ഷനിൽ അവർ ടേക്ക് പാർട്ട് ഒന്നും ചെയ്യുന്നില്ല. അതായത് ഇക്വിലിബ്രിയത്തിന് അവർ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല. ഇക്വിലിബ്രിയം ഇനി ടെമ്പറേച്ചർ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഇഫക്റ്റ് എന്തായിരിക്കും? ഒന്ന്, ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ആൻ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വിച്ച് റിലീസസ് ഹീറ്റ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കും ഒരു റിയാക്ഷൻ എക്സോതെർമിക് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷനിലാണെങ്കിൽ എന്ത് പറ്റും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിക്രീസസ് ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കുറയും. അടുത്ത് രണ്ടാമത്തേത്, ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ അതായത് എൻഡോതെർമിക് റിയാക്ഷനിലാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ കൂടും. മനസ്സിലായോ? ഇനി ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കൂടും കുറയുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് റിയാക്ഷനിലാണ് ഏത് സൈഡിലോട്ടാണ് റിയാക്ഷൻ നടക്കുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്താൽ മാത്രം മതിയാവും. കാരണം നമുക്ക് ആ ഫോർമുല കയ്യിലുണ്ടല്ലോ. പ്രോഡക്റ്റ് മുകളിൽ പ്രോഡക്റ്റ്, ഡിനോമിനേറ്ററിൽ റിയാക്റ്റന്റ്. സോ എവിടെ എന്ത് കൂടിക്കഴിഞ്ഞാൽ പ്രോസസ്സ് ഏത് ഡയറക്ഷനിലോട്ട് പോകും എന്നുള്ളത് നമ്മളപ്പോൾ ഗസ് ചെയ്യാം. അടുത്തത് ഇഫക്റ്റ് ഓഫ് എ കാറ്റലിസ്റ്റ്. ഓക്കെ, കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്നുള്ളതാണ്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്, പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്. അതായത് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്നുള്ള ആൾക്കാരാണ്. സോ ഇവന്മാരെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? അവരവിടെ ജസ്റ്റ് ആക്ടിവേഷൻ എനർജീനെ കുറച്ചു കൊടുക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർ എന്താണ്, കാറ്റലിസ്റ്റ് ഡസ് നോട്ട് അഫക്ട് ദ ഇക്വിലിബ്രിയം കമ്പോസിഷൻ ഓഫ് എ റിയാക്ഷൻ മിക്സ്ചർ. ഇറ്റ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓർ ഇൻ ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ ബൈ മേക്കിംഗ് അവൈലബിൾ എ ന്യൂ low energy pathway for the conversion of reactants to products. It increases the rate of forward and reverse reactions that pass through the same transition state and does not affect equilibrium. Catalyst lowers the activation energy for the forward and reverse reactions by exactly the same amount. അപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിവിടെ 1-2 കാറ്റലിസ്റ്റ് പറയുന്നുണ്ട്. നോക്കുക, ഈ അമോണിയയുടെ ഹേബേഴ്സ് പ്രോസസ്സ് പറഞ്ഞില്ലേ മാനുഫാക്ചറിങ്, അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അയൺ കണ്ടെയ്നിങ് കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റ് കണ്ടെയ്നിങ് അയൺ ആണ്. പിന്നെ അതുപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രോസസ്സ് മാനുഫാക്ചറിങ് പ്രോസസ്സാണ് കോണ്ടാക്ട് പ്രോസസ്സ്. അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ പേര് പ്ലാറ്റിനം അല്ലെങ്കിൽ V2O5 എന്താണ്? ഡൈവനേഡിയം പെന്റ ഓക്സൈഡ്. ഇതൊക്കെ MCQ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇനി അയോണിക് ഇക്വിലിബ്രിയം ഇൻ സൊല്യൂഷൻ. നമ്മൾ അയോൺസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. നോക്കിയാൽ മൈക്കൽ ഫാരഡെ ക്ലാസിഫൈഡ് ദ സബ്സ്റ്റൻസസ് ഇൻ ടു 2 categories based on their ability to conduct electricity. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിനനുസരിച്ച് 2 തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ്, നോൺ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ആയിട്ട് പറഞ്ഞിരുന്നില്ലേ. ഒന്നാമത്തെ കാറ്റഗറി, 1 category of substances conduct electricity in their aqueous solutions and are called electrolytes, while the other do not. എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത, കണ്ടക്ട് ചെയ്യാത്ത അക്വസ് സൊല്യൂഷൻസിന് നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു.
പിന്നെ ഫാരഡെ ഫർദർ ക്ലാസിഫൈഡ് ഇലക്ട്രോലൈറ്റ്സ് ഇൻറ്റു സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഇലക്ട്രോലൈറ്റ്സിനെ സ്ട്രോങ് എന്നും വീക്ക് എന്നും തരം തിരിച്ചു. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വെള്ളത്തിൽ അവരെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ്ഡ് ആവും. ഇലക്ട്രോലൈറ്റിലുള്ള അയോൺസ് കംപ്ലീറ്റ് സെപ്പറേറ്റ് ആവും. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ ഓൺലി പാർഷ്യലി ഡിസോസിയേറ്റഡ്, അവർ പാർഷ്യലായിട്ട് മാത്രമേ അവരുടെ അയോൺസിനെ സ്പ്ലിറ്റ് ചെയ്ത് വിടത്തുള്ളൂ. ഇനി ഇവർ തമ്മിലുള്ള ഇക്വിലിബ്രിയമാണ് അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ആസിഡ്സ്, ബേസസ്, സോൾട്ടുകൾ, അതിലോട്ട് നമ്മൾ പോവാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ, കുറച്ചല്ല നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് മൂന്ന് ലോ പറയുന്നുണ്ട്, ലോ അല്ല തിയറീസ് പറയുന്നുണ്ട്. സോ അത് നന്നായിട്ട് നോക്കി വയ്ക്കാം. ഇനി നോക്കാനുള്ളത് ഡിസോസിയേഷനും അതുപോലെ അയണൈസേഷൻ്റെ ഡിഫറൻസ് നോക്കി വയ്ക്കുക. ഡിസോസിയേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് അയോൺസ് ഇൻ വാട്ടർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആസ് സച്ച് ഇൻ ദി സോളിഡ് സ്റ്റേറ്റ് ഓഫ് ദി സൊല്യൂട്ട് ആസ് ഇൻ sodium chloride. On the other hand, ionization corresponds to a process in which a neutral molecule splits into charged ions in a solution. അയണൈസേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂള് സ്പ്ലിറ്റ് ആയിട്ട് എന്താണ് അവരുടെ ചാർജ് സ്പീഷീസ് ആയിട്ട്, ചാർജ്ഡ് അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്ന പ്രോസസ്സാണ് അയണൈസേഷൻ എന്ന് പറയുന്നത്. ഡിസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂള് എന്താണ്, ഒരു മോളിക്യൂൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട്, സിമ്പിൾ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അറീനിയസ് കോൺസെപ്റ്റും ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റും അതുപോലെ ലൂയിസ് ആസിഡ്സ്, ഈ മൂന്ന് കാര്യങ്ങളും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഈ മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നോക്കിയാൽ അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അക്കോർഡിംഗ് ടു അറീനിയസ് തിയറി, ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിസോസിയേറ്റ്സ് ഇൻ വാട്ടർ ടു ഗീവ് ഹൈഡ്രജൻ അയോൺസ് ആൻഡ് ബേസസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് പ്രൊഡ്യൂസ് ഹൈഡ്രോക്സിൽ അയോൺസ്. അറീനിയസ് തിയറിയിൽ പറയുന്നത് ആസിഡ് എന്ന് പറയുന്നത് വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ അയോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവരും, ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രോക്സിൽ അയോൺസിനെ കൊടുക്കാൻ പറ്റുന്നവരും ആണ് എന്നാണ് അറീനിയസ് തിയറിയിൽ പറയുന്നത്. പക്ഷേ ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതിപ്പോൾ അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് ഹൗവർ സഫേഴ്സ് ഫ്രം ദി ലിമിറ്റേഷൻ ഓഫ് ബീങ് ആപ്ലിക്കബിൾ ഓൺലി ടു aqueous solutions and also does not account for the basicity of substances like ammonia which do not possess a hydroxyl group. ഒന്നാമത്തെ കാര്യം ഇത് aqueous solutionന്റെ കാര്യത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലാത്ത ആൾക്കാരുടെ കാര്യത്തിൽ ഈ ഒരു തിയറി നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അടുത്ത് വന്നതാണ് ബ്രോൺസ്റ്റഡ് ലോറി ആസിഡ്സ്, ബ്രോൺസ്റ്റഡ് ലോറി തിയറി. അതിൽ പറയുന്നത് ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഡൊണേറ്റിംഗ് എ ഹൈഡ്രജൻ അയോൺ H+ അയോണിന് കൊടുക്കാൻ പറ്റുന്നവരാണ്. H+ അയൺ ഡോണേഴ്സ് ആണ് എന്ത്, ആസിഡ്. ബേസസ് എന്ന് പറയുമ്പോൾ കേപ്പബിൾ ഓഫ് അക്സെപ്റ്റിംഗ് എ ഹൈഡ്രജൻ അയോൺ, H+ അയണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ബേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ H+ അയൺ ഡോണേഴ്സ് ആണെങ്കിൽ ആസിഡ്സും, H+ അയൺ അക്സെപ്റ്റേഴ്സ് ആണെങ്കിൽ ബേസസും. ഇതാണ് എന്തിൽ പറയുന്നത്, ലോറി ബ്രോൺസ്റ്റഡ് തിയറിയിൽ പറയുന്നത്. അടുത്തത് ഇതിൽ തന്നെ ഒരു കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ ഇടയ്ക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന് ചോദിച്ച എന്താണ് ക്വസ്റ്റ്യൻ ആണ് കോൺജുഗേറ്റ് ആസിഡ്, എന്താണ് ലൂയിസ് ആസിഡ് ആണ് കേട്ടോ ചോദിച്ചത്. എന്തായാലും ഇത് നമുക്ക് നോക്കി വയ്ക്കാം. അതായത് ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ബേസിലോട്ട് ഒരു പ്രോട്ടോണിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ആസിഡിന്റെ പ്രോട്ടോണിനെ ലോസ് ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് വരുന്നതാണ് കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ആസിഡ് ബേസ് പെയർ ദാറ്റ് ഡിഫേഴ്സ് ഓൺലി ബൈ വൺ പ്രോട്ടോൺ ഈസ് കോൾഡ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അതായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണിന്റെ ഡിഫറൻസേ ആയിരിക്കുള്ളൂ. ഒന്നുകിൽ ഒരാൾക്ക് നഷ്ടപ്പെടുന്നത്, അതുപോലെ അല്ലെങ്കിൽ ഒരാൾക്ക് എന്താണ് ഗെയിൻ ആവുന്നത്. സോ ഈ ഒരു വ്യത്യാസത്തിലാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ വരുന്നത്. Therefore, OH- is called the conjugate base of an acid H2O. H2Oയിൽ നിന്ന് ഒരു H കളയുമ്പോൾ കിട്ടുന്നതാണ് എന്തോന്ന് OH- എന്ന് പറയുന്നത് ഇയാളുടെ കോൺജുഗേറ്റ് ബേസ്. അതുപോലെ NH4+ ഈസ് കോൾഡ് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദി ബേസ് NH3. NH3യിൽ നിന്ന് NH3ന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ് NH4+. If Bronsted acid is a strong acid, then its conjugate base is a weak base and vice versa. Okay, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി വയ്ക്കാം. ഇത് നോക്കിയാൽ, what will be the conjugate basis for the following Bronsted acids?
ഈ പറയുന്ന HF, H2SO4, HCO3- ഇവരുടെ ഇത് ഇത്രയും എന്താണ് ഇവർ ഇത്രയും ആസിഡുകളാണ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് ഇതെല്ലാം ആസിഡുകളാണ്. ഇവരുടെ കോൺജുഗേറ്റ് ബേസിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കോൺജുഗേറ്റ് ബേസിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, ഇവരിൽ നിന്ന് ഒരു പ്രോട്ടോണിനെ നഷ്ടപ്പെടുത്തിയാൽ മതി. ഇപ്പൊ HF ആണെങ്കിൽ ഇതിൽ നിന്ന് ഹൈഡ്രജനെ കളയുമ്പോഴത്തേക്കും അവിടെ ബാക്കി ആരാണ്, F- ആയിരിക്കും. സോ HFന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് F-. ഇനി H2SO4 നിന്ന് ഒരു ഹൈഡ്രജനെ കളയുമ്പോൾ HSO4- ആവും. ഓക്കെ, ഒരു ഹൈഡ്രജനെ കളയുന്നു, അതിനെ നമ്മളിവിടെ കാണിക്കണം, മൈനസ് ഇട്ട് കാണിക്കുകയാണ്. സോ HSO4-. അതുപോലെ HCO3-, അതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ കളയുമ്പോഴത്തേക്ക് എന്തോന്നാവും, CO3 2- എന്നാവും. ഇവിടെ കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ബേസുകളെ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ്സ് ഫോർ ദി ഫോളോയിങ് ബ്രോൺസ്റ്റഡ് ബേസസ്. തന്നിട്ടുള്ളത് ബേസുകളാണ് അല്ലെ, തന്നിട്ടുള്ളത് കുറച്ച് ബേസുകളാണ്. അവരുടെ കോൺജുഗേറ്റ് ആസിഡിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്ത് ചെയ്യണം, ഒരു പ്രോട്ടോണിനെ ആഡ് ചെയ്താൽ മതി. NH2- കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ NH3 ആവും. NH3-യുടേതാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് NH4+ ആവും. HCOO- എന്താണ് ആസിഡ് ആണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് HCOOH എന്നാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡും ബേസും കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാമല്ലോ. ഇനി ലൂയിസ് ആസിഡ് ആൻഡ് ലൂയിസ് ബേസ്, ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യം. നോക്കിയേ, ലൂയിസ് ആണ് ഡിഫൈൻ ചെയ്തത്, ആൻ ആസിഡ് ആസ് എ സ്പീഷീസ് വിച്ച് അക്സെപ്റ്റ്സ് ഇലക്ട്രോൺ പെയർ. ആസിഡ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും, ബേസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവരുമാണ്. ഓക്കെ, ഇതിൽ ടിപ്പിക്കൽ എക്സാമ്പിൾ ഈസ് റിയാക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് BF3 ആൻഡ് NH3. ഈ BF3-യും NH3-യും വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ BF3 does not have a proton but still acts as an acid and reacts with NH3 by accepting its lone pair of electrons. The reaction can be represented BF3 plus NH3-യുടെ ഒരു ലോൺ പെയർ കൂടെ ചേർന്നിട്ട് BF3 NH3 ആവുന്ന റിയാക്ഷൻ. ഇതിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ലൈക്ക് AlCl3, CO3+, Mg2+, etc. can act as Lewis acids. ഓക്കെ, ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നവരാണ് AlCl3, CO3+, Mg2+, ഒക്കെ. അതുപോലെ സ്പീഷീസ് H2O, NH3, OH- etc. which can donate a pair of electrons can act as Lewis bases. ഇവർ ലൂയിസ് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. NCERT പുസ്തകം കയ്യിലുണ്ടാവും, നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഞാൻ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുക. കൂടുതൽ നമ്മൾ പ്രോബ്ലംസ് അങ്ങനെയും നോക്കണ്ട, ഇങ്ങനെ വരുന്നതൊക്കെ നോക്കുക. കാരണം നമുക്ക് ചോദിക്കും ഏതാണ് ലൂയിസ് ആസിഡ് എന്നൊക്കെ തന്നിട്ടുള്ളതിൽ എടുത്ത് എഴുതാനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്, ഇതിൽ നമുക്ക് ഇത് സിലബസിൽ വരുവാണെങ്കിൽ മാത്രം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി. ഇതിലിപ്പോൾ തൽക്കാലം സ്ട്രോങ് ആസിഡ്സുകൾ, സ്ട്രോങ് ബേസുകൾ, അതൊക്കെ കുറച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോ കേട്ടോ. സ്ട്രോങ് ആസിഡ്സ് ലൈക്ക് പെർക്ലോറിക് ആസിഡ്, അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോബ്രോമിക് ആസിഡ്, ഹൈഡ്രോ അയോഡിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഇവരെയൊക്കെ സ്ട്രോങ് ആസിഡ് കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അതുപോലെ സ്ട്രോങ് ബേസസിൽ വരുമ്പോഴത്തേക്കും ലിത്തിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സീഷ്യം ഹൈഡ്രോക്സൈഡ്, ബേരിയം ഹൈഡ്രോക്സൈഡ്, ഇവരൊക്കെയാണ് സ്ട്രോങ് ബേസസിൽ വരുന്നത്. പിന്നെ സ്ട്രോങ് ആസിഡ്സ് ഹാവ് വെരി വീക്ക് കോൺജുഗേറ്റ് ബേസസ്. അവരുടെ പ്രത്യേകത, സ്ട്രോങ് ആസിഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെരി വീക്ക് കോൺജുഗേറ്റ് ബേസസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ടിപ്പിക്കൽ വീക്ക് ആസിഡ്സ്, കുറച്ച് ടിപ്പിക്കൽ ആയിട്ടുള്ള വീക്ക് ആസിഡ്സിന് എക്സാമ്പിൾ നൈട്രസ് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, അസറ്റിക് ആസിഡ്. It should be noted that the weak acids have very strong conjugate bases. ഓക്കെ, വീക്ക് ആസിഡുകളാണെങ്കിൽ അവരുടെ ബേസസ്, കോൺജുഗേറ്റ് ബേസസ് എങ്ങനെയായിരിക്കും, വെരി സ്ട്രോങ് ആയിരിക്കും. ഇനി NH2-, O2-, H+, ഇവരൊക്കെ എന്താണ്, ആർ വെരി ഗുഡ് പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആൻഡ് ദസ് മച്ച് സ്ട്രോങ്ങർ ബേസസ് ദാൻ H2. H2-നേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ബേസുകളാണ് ഇവരൊക്കെ. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, നമ്മളിപ്പോൾ വാട്ടറിൻ്റെ ഡിസോസിയേഷൻ, രണ്ട് വാട്ടർ മോളിക്യൂൾസിൻ്റെ ഡിസോസിയേഷൻ എഴുതുകയാണെങ്കിൽ ഇതുപോലെ ഒരു H2O ഗീവ്സ് എന്താണ് H3O+, OH-, ഈ തരത്തിൽ എഴുതിയതിനു ശേഷം നമ്മൾ അവരുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കെയുടെ വാല്യൂ എങ്ങനെയാണ്, H3O+ ഇൻറ്റു OH- ഡിവൈഡ്, ഇപ്പോൾ ഇവിടെ വാട്ടർ അല്ലേ, സോ H2O എന്ന് എഴുതും. എന്നിട്ട് ഈ H2O-നെ, താഴത്തെ H2O-നെ നേരെ ഈ നമ്മളെ ഇതിൽ കോൺസ്റ്റന്റുമായിട്ട് ഗുണിക്കുമ്പോൾ
ഗുണിക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ KW എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സ്പ്രഷൻ നോക്കി നോക്കിയാൽ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ KW is equal to മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു എന്താണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. The value of KW is temperature dependent as it is an equilibrium constant. ഇതും ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അടുത്ത് നമ്മൾ ഈ H3O+ന്റെ വാല്യൂ OH- കൂടുതലാണെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് എന്താണ്, അസിഡിക് ആണ്. പിന്നെ H3O+ഉം OH- കോൺസെൻട്രേഷൻ ഈക്വൽ ആണെങ്കിൽ സിസ്റ്റം ന്യൂട്രൽ ആണ്. OH- H3O+ കുറവാണെങ്കിൽ ബേസിക് ആണെന്ന് പറയാം. ഇനി നമുക്ക് pH അളക്കാൻ വേണ്ടിയുള്ളത് pH സ്കെയിലാണ്. ദ pH ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി നെഗറ്റീവ് ലോഗരിതം ടു ബേസ് 10 ഓഫ് ദി ആക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ അയൺ. H+ അയൺ ഇല്ലേ, H+ അയണിന്റെ നെഗറ്റീവ് ലോഗരിതം -log H+ ആണ് pHന്റെ വാല്യൂ. pHന്റെ വാല്യൂ നമ്മൾ pH 7 വെച്ചിട്ട് പറയുകയാണെങ്കിൽ അസിഡിക് സൊല്യൂഷൻസിന് pH വാല്യൂ 7 കുറവ്, ബേസ് ആണെങ്കിൽ 7 കൂടുതൽ, ന്യൂട്രൽ ആണെങ്കിൽ 7. ഇനി ഇവിടെ ഒരു എക്സ്പ്രഷൻ നോക്കി വയ്ക്കുക. PKW is equal to pH plus POH is equal to 14. അതായത് നമ്മൾ ഹൈഡ്രജൻ്റെയും OH-ൻ്റെയും നമ്മൾ pH പറഞ്ഞതുപോലെ PH plus POH ഈ ഒരു ടേംസിൽ സം ചെയ്ത് കിട്ടുന്നതാണ് 14. ആ ഒരു വാല്യൂ 14 ആണ്. ഇത് കൂടുതൽ നമുക്ക് പ്രോബ്ലംസിലാണ് ആവശ്യമായിട്ട് വരുന്നത്. ബട്ട് ഈ ഒരു എക്സ്പ്രഷൻ ചിലപ്പോൾ ഇങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ടേബിൾ, ദ pH ഓഫ് സം കോമൺ സബ്സ്റ്റൻസസ്. ഇതിൽ എന്നാൽ pH ചില സബ്സ്റ്റൻസുകളും അവരുടെ pH ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ഒന്നും ചോദിക്കാതെ ഇത് മാത്രം ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അന്ന് വന്ന ചോദ്യത്തിൽ ഹ്യൂമൻ ബ്ലഡിന്റെ pH എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 7.4. പിന്നെ ഒരു ക്വസ്റ്റ്യനിൽ ഹ്യൂമൻ സലൈവയുടെ pH ചോദിച്ചിട്ടുണ്ടായിരുന്നു 6.4. അപ്പോൾ ഇതിൽ ഇത്രയും ഒന്ന് നോക്കി വെക്കുക. ഒന്നും നോക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു 4 വാല്യൂസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഈ വീക്ക് ആസിഡുകളുടെയൊക്കെ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഇതെല്ലാം നമുക്ക് സിലബസിൽ എടുത്തു പറയുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ കുറച്ചും കൂടി ഡീപ്പായിട്ടൊന്ന് നോക്കി പോകേണ്ടതുള്ളൂ. എന്ന് വെച്ചാൽ 1-2 പ്രോബ്ലംസ് കൂടി ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ എന്താണ് നമുക്കിപ്പോൾ ഡിസോസിയേഷൻ അയണൈസേഷൻ ഒക്കെ അറിയാമല്ലോ. സോ അത് വെച്ചിട്ട് ഓരോ ടേംസ് മാത്രം നോക്കി പോയാൽ മതി. ഇപ്പോൾ KA എന്ന് പറയുന്നത് ഈസ് കോൾഡ് ദ ഡിസോസിയേഷൻ ഓർ അയണൈസേഷൻ കോൺസ്റ്റന്റ്. നമ്മൾ HX എന്ന് പറയുന്ന ഒരു ആസിഡിന് HX എന്ന് പറയുന്ന ഒരു ആസിഡ് ഇത് സ്പ്ലിറ്റ് ആകുമ്പോഴത്തേക്ക് എന്തൊക്കെയായിട്ട് മാറും, H+ അതുപോലെ X മൈനസും എന്ന് പറയുന്ന 2 അയോൺസ് ആയിട്ട് മാറും. ഓക്കെ, അയണൈസേഷനിൽ. അപ്പോൾ ഈ അയണൈസേഷന്റെ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ H+ ഇൻറ്റു X- ഇൻറ്റു അവരുടെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ HXന്റെ കോൺസെൻട്രേഷൻ. ഇപ്പം കിട്ടുന്നത് എന്താണ്, നമ്മൾ അയണൈസേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ നടത്തിയതിന് ശേഷമാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഈ കോൺസ്റ്റന്റിന് നമുക്ക് KA എന്താണ് അയണൈസേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്ന് പറയാം. ഓക്കെ, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ T, KA ഈസ് എ മെഷർ ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദി ആസിഡ്. അപ്പോൾ ഈ ഒരു ആസിഡിന്റെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് KA പറയാം. ദാറ്റ് ഈസ് ലാർജർ ദ വാല്യൂ ഓഫ് KA വാല്യൂ കൂടുതലാണെന്ന് വെച്ചാൽ ദ സ്ട്രോങ്ങർ ഈസ് ദ ആസിഡ്. അതായത് അവനെ ഡിസോസിയേറ്റ് ചെയ്യാൻ പെട്ടെന്നൊന്നും പറ്റത്തില്ല, വലിയ വാല്യൂ ആണ്. സോ അത് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. പിന്നെ KA എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആണ്. വിത്ത് ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഓൾ സ്പീഷീസ് ഈസ് 1 മോളാർ. ഇവിടെ എല്ലാത്തിൻ്റെയും കോൺസെൻട്രേഷൻ 1 മോളാർ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്ന ആ ഒരു കണ്ടീഷനാണ് പറയുന്നത്. ഇനി ഇത് PK നമ്മൾ pH കണ്ടുപിടിക്കാനായിട്ട് -log പറഞ്ഞതുപോലെ ഇവിടെ വേറൊരു എക്സ്പ്രഷൻ ഉണ്ട് അയണൈസേഷൻ കോൺസ്റ്റന്റ് വെച്ചിട്ട്. അതുകൂടി നോക്കി വയ്ക്കുക. PKA ഈസ് ഈക്വൽ ടു -log KA. ഇനി അയണൈസേഷൻ ഓഫ് വീക്ക് ബേസസ്. ഇപ്പം നമ്മൾ വീക്ക് ആസിഡ്സിന്റെ കാര്യമാണ് KA വെച്ചിട്ട് പറഞ്ഞത്. ഇനി അയണൈസേഷൻ ഓഫ് വീക്ക് ബേസസിന്റെ നമുക്ക് KB വെച്ചിട്ട് പറയാം. KB അത് നമ്മൾ എന്താണ് ബേസ് അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് KB. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഫൈനലായിട്ട് ഒരു എക്സ്പ്രഷൻ പറഞ്ഞല്ലോ, PKA ഈസ് ഈക്വൽ ടു -log KA. അതുപോലെ ഇവിടെയും PKB ഈസ് ഈക്വൽ ടു -log KB എന്ന് പറയാം. ഇനി റിലേഷൻ ബിറ്റ്വീൻ KA ആൻഡ് KB.
കെ എ ഇൻറ്റു കെ ബി ഇസ് ഈക്വൽ ടു കെ ഡബ്ല്യു. ഇതാണ് ഇവരുടെ റിലേഷൻ. കെയും കെ ബിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത കെ ബി ഇസ് ഈക്വൽ ടു കെ ബി. പിന്നെ പി കെ വാല്യൂവിൽ എഴുതി കഴിഞ്ഞാൽ പി കെ എ പ്ലസ് പി കെ ബി ഇസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു വിച്ച് ഇസ് ഈക്വൽ ടു 14 × 298 Kelvin. അപ്പോൾ ഇതൊക്കെ ഓരോരോ എക്സ്പ്രഷൻസ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും നമുക്ക് എന്താണ് ഇതൊക്കെ ചോദിക്കത്തുള്ളൂ. അടുത്തത് ഡൈ ആൻഡ് പോളിബേസിക് ആസിഡ്സ്. സം ഓഫ് ദി ആസിഡ്സ് ലൈക്ക് oxalic acid, sulfuric acid and phosphoric acid have more than one ionizable proton per molecule of the acid. ചില ആസിഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിൽ കൂടുതൽ പ്രോട്ടോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും ലയനൈസ് ചെയ്യുമ്പോൾ. അതിനെയാണ് നമ്മൾ പോളിബേസിക് അല്ലെങ്കിൽ പോളിപ്രോട്ടിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് H2SO4 ഇവിടെ ഒരു പ്രോട്ടോൺ ആണോ ഉള്ളത്? ഇല്ല, 2 പ്രോട്ടോൺ ഉണ്ട് ഇവിടെ, അല്ലേ? അപ്പോൾ ഇത് നോക്കിയേ, H2X 2 പ്രോട്ടോൺ ഉള്ള 2 ഹൈഡ്രജൻ ഉള്ള ഒരു മോളിക്യൂൾ. അവരെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഡിസോസിയേഷനിൽ, അതായത് ഇവരിപ്പോൾ ഡൈ ബേസിക് ആണ്, അവരുടെ ഡിസോസിയേഷനിൽ എന്തൊക്കെ കിട്ടും? ആദ്യം ഒരു H+ കിട്ടും, എന്നിട്ട് ഒരു HX- കിട്ടും. ഈ HX- പിന്നെ ഡിസോസിയേഷൻ നടക്കും, ഒരു H+ ഒരു X- ആവും, അല്ലെ? അങ്ങനെ 2 സ്റ്റെപ്പിൽ നമുക്ക് പറയാം. 2 അവിടെ ഡൈ ബേസിക് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട്. അത് ഇനി അതുപോലെ ട്രൈബേസിക് ആസിഡ്സ് ഒക്കെ ആണെങ്കിൽ H3PO4 ഒക്കെ ആണെങ്കിൽ നമുക്ക് 3 അയണൈസേഷൻ കോൺസ്റ്റന്റുകൾ അവിടെ കിട്ടും, അല്ലേ? ഇവിടെ നമ്മളിപ്പോൾ ആദ്യത്തേത് ഒന്നാമത്തെ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഇവിടെ നിന്ന് എഴുതിയെടുക്കാം. അതുപോലെ രണ്ടാമത്തെ റിയാക്ഷനിൽ രണ്ടാമത്തെ അയണൈസേഷൻ കോൺസ്റ്റന്റ് കിട്ടും. അതുപോലെ നമ്മൾ 3 ട്രൈബേസിക് ആസിഡ്സ് ആണെങ്കിൽ അവിടെ 3 പ്രോട്ടോൺ പ്രസന്റ് ആണ്. സോ നമുക്ക് അവിടെ 3 സ്റ്റെപ്പിൽ റിയാക്ഷൻസ് എഴുതാൻ പറ്റും, ബ്രേക്കിംഗ് എഴുതാൻ പറ്റും. അതുപോലെ എന്തും കിട്ടും, നമുക്ക് 3 അയണൈസേഷൻ കോൺസ്റ്റന്റുകളും കിട്ടും. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു സെന്റൻസ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. It can be seen that higher order ionization constants, അതായത് Ka2, Ka3 are smaller than the lower order ionization constant Ka1 of a polyprotic acid. നമ്മളിപ്പം പോളിപ്രോട്ടോൺസ് വരുന്ന സമയത്ത് ഡൈബേസിക്കോ ട്രൈബേസിക്കോ എന്തായാലും പോളിപ്രോട്ടോൺസ് വരുന്ന കേസസിൽ നമ്മളിപ്പോൾ ഓരോ സ്റ്റെപ്പ് അയണൈസേഷൻ കോൺസ്റ്റന്റ് എഴുതിയില്ലേ? ഒന്നാമത്തെ അയണൈസേഷൻ കോൺസ്റ്റന്റ്, 2, 3 ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്നാമത്തെ അയണൈസേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ. ഓക്കെ, അതായത് ആ ലോവർ ഓർഡർ അയണൈസേഷൻ കോൺസ്റ്റന്റിന് ആയിരിക്കും ഏറ്റവും വലുത്. മുകളിലോട്ടുള്ളതിന് വാല്യൂ കുറവായിരിക്കും. കാരണം ആദ്യത്തെ ബ്രേക്കേജ് ആണ്, ആദ്യം ഇരിക്കുന്ന ആ ഒരു ന്യൂട്രൽ മോളിക്യൂളിന്റെ ബ്രേക്കേജ് ആണ് കൂടുതലായിട്ട് വരുന്നത്, കൂടുതൽ എനർജി വേണ്ടി വരുന്നത്. മറ്റുള്ളവർക്ക് കുറവ് മതി. ഓക്കെ, അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആസിഡ് സ്ട്രെങ്ത്. ആസിഡിന്റെ സ്ട്രെങ്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ട്രെങ്ത് ആൻഡ് പൊളാരിറ്റി ഓഫ് ദി HA ബോണ്ട്. ഓക്കെ, ഡിസോസിയേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ട്രെങ്ത്തും അതുപോലെ ബോണ്ടിന്റെ പൊളാരിറ്റിയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബോണ്ട് സ്ട്രെങ്ത്തും അവരുടെ പൊളാരിറ്റി, പോളാറാണോ നോൺ പോളാറാണോ എന്നുള്ളതൊക്കെ. വെൻ സ്ട്രെങ്ത് ഓഫ് HA bond decreases, that is the energy required to break the bond decreases, HA becomes a stronger acid. Also when the HA bond becomes more polar, that is the electronegativity difference between the atoms H and A increases and there is marked charge separation, cleavage of the bond becomes easier, thereby decreasing the acidity. പിന്നെ നമ്മളൊരു പീരിയോഡിക് ടേബിളിൽ സെയിം ഗ്രൂപ്പ് എടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ as the size of A increases down the group, HA bond strength decreases and so the acid strength increases. അവിടുത്തെ ആസിഡ് സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും? ഇപ്പൊ നോക്കിയാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടുത്തെ ആസിഡ് സ്ട്രെങ്ത് കണ്ടോ? HFന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും, അതായത് HFന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും ആരെക്കാളും? Clനേക്കാളും. അവന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും HBrനേക്കാളും. HBrന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും ആരെക്കാളും? HIനേക്കാളും. അതുപോലെ ഒരു പീരിയോഡിക് ടേബിളിലെ റോ നോക്കിക്കഴിഞ്ഞപ്പോൾ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇവരെല്ലാം ഒരേ റോയിൽ വരുന്ന ആൾക്കാരാണ്. സോ അവരിൽ ഇതുപോലെ പ്രോട്ടോൺ വരുമ്പോൾ അവന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആസിഡിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അങ്ങോട്ട് പോകുന്നവരും കൂടും. CH4 കുറവ്, NH3 ഇങ്ങനെ വരും. HF കൂടുതൽ, H2O കുറവ്, NH3 അതിനേക്കാളും കുറവ്, CH4 അതിനേക്കാളും കുറവ്. അടുത്തത് കോമൺ അയോൺ ഇഫക്റ്റ് നോക്കാം.
കോമൺ അയൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇഫക്റ്റ് ദാറ്റ് സപ്രസസ് ദ അയണൈസേഷൻ ഓഫ് എൻ ഇലക്ട്രൈറ്റ് വെൻ അനദർ ഇലക്ട്രൈറ്റ് ഈസ് എന്താണ് വെൻ അനദർ ഇലക്ട്രൈറ്റ് ഈസ് ആഡഡ്. ഓക്കെ, അതായത് നമ്മൾ ഒരു ഇലക്ട്രൈറ്റിന്റെ ഡിസോസിയേഷൻ അല്ലെങ്കിൽ അയണൈസേഷനെ സപ്രസ് ചെയ്യുന്നു എന്ത് വെച്ചിട്ട്, ഈ ഇലക്ട്രൈറ്റിൽ അടങ്ങിയിരിക്കുന്ന സെയിം അയോണ് അടങ്ങിയിട്ടുള്ള മറ്റൊരു ഇലക്ട്രൈറ്റിനെ നമ്മൾ ആ സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്യുന്നത് വഴി ആദ്യത്തവന്റെ എന്താണ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ അയണൈസേഷനെ സപ്രസ് ചെയ്യുന്ന ഇഫക്റ്റ് ആണ് കോമൺ അയൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബഫർ സൊല്യൂഷൻ ആണ് നോക്കാനുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബഫർ സൊല്യൂഷൻ എന്താണ്? ദ സൊല്യൂഷൻസ് വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ പി എച്ച് ഓൺ ഡയലൂഷൻ or with the addition of small amounts of acid or alkali are called buffer solution. അതായത് പി എച്ച് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻസ്, അത് നമുക്ക് എന്താണ് ചെറിയൊരു എമൗണ്ട് ആസിഡോ ആൽക്കലിയോ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ബഫർ സൊല്യൂഷനിൽ ഇപ്പൊ നമ്മൾ അസിഡിക് ബഫറും ബേസിക് ബഫറും ഉണ്ട്. ഇപ്പൊ അസിഡിക് ബഫർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു വീക്ക് ആസിഡും അതിന്റെ കോൺജുഗേറ്റ് ബേസിന്റെയും കോമ്പിനേഷൻ ആണ് മിക്സ്ചറിനാണ് നമ്മൾ അസിഡിക് ബഫർ എന്ന് പറയുന്നത്. അതുപോലെ ബേസിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് ബേസും അതിന്റെ കോൺജുഗേറ്റ് ആസിഡും തമ്മിലുള്ള കോമ്പിനേഷനാണ് നമ്മൾ ബേസിക് ബഫർ എന്ന് പറയുന്നത്. ഇനി ഇതിലെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. നോക്കി, ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്, അതൊരു ബഫർ സൊല്യൂഷനായിട്ട് ആക്ട് ചെയ്യും. പി എച്ച് ഉൾപ്പെടെ പഠിച്ചു വയ്ക്കുക. പി എച്ച് 4.75. ആൻഡ് എ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആക്ട്സ് ആസ് എ ബഫർ അറൌണ്ട് പി എച്ച് 9.25. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ബഫർ സൊല്യൂഷൻസ് തന്നിട്ടുള്ളതിൽ ബഫർ സൊല്യൂഷൻ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാനായിട്ട് തരും. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇപ്പം നമ്മൾ പഠിച്ച ഏതാണ്? CH3COOH, CH3COOH അതുപോലെ CH3COONA, ഇവരൊരു ബഫറാണ്. അതുപോലെ NH4, ഇപ്പൊ പറഞ്ഞ ഏതാണ്? അമോണിയത്തിന്റെ പറഞ്ഞില്ല, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ്. ഓക്കെ, NH4OH അതുപോലെ NH4Cl, ഇതൊരു ബഫറാണ്. ഈ ക്വസ്റ്റ്യൻ ഏത് പരീക്ഷയ്ക്ക്? ഡയറി ഫാമിന്റെ പരീക്ഷയ്ക്ക് ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ NH4Cl NH4Cl NH3, ഇതൊരു ബഫർ സൊല്യൂഷൻ ആണ്. പിന്നെ H2PO4- അതുപോലെ HPO4 ഇവരൊരു ബഫർ സൊല്യൂഷൻ ആണ്. പിന്നെ നമുക്ക് പറയാം CH3CO2H CH3CO2- ഇവരും ഒരു ബഫർ സൊല്യൂഷനാണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിളൊക്കെ പഠിച്ചു വയ്ക്കുക. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ വിത്ത് പി എച്ച് കാണാതെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് സിലബസിൽ ഊന്നി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്ത് പഠിച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടിരുന്ന് പഠിക്കുക. ക്ലാസ്സിലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്